Okay, the first question is the pressure difference between point B and A as shown in the figure in centimeters of water is the pressure difference in certain height of a fluid column. ഒരു fluid columnത്തിന്റെ ഹൈറ്റിന്റെ ടേംസിൽ പ്രഷറിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണെന്ത് പ്രഷർ ഹെഡ്. ഇവിടെ നമുക്ക് വാട്ടറിന്റെ ടേംസിലാണ് പ്രഷർ വേണ്ടത്. അപ്പൊ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ബൈ റോ ജി ആണെന്ന് നമുക്കറിയാം. ദിസ് ഇസ് കോൾഡ് പ്രഷർ ഹെഡ്. അതിലേത് ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി കൊണ്ടാണോ അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി കൊണ്ടാണോ നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ഫ്ലൂയിഡിന്റെ പ്രഷർ ഹെഡിലാണ് നിങ്ങൾക്ക് കിട്ടുക. ദെയർഫോർ വാട്ടറിന്റെ ടേംസിലാണ് വേണ്ടതെങ്കിൽ ഇവിടെ വാട്ടറിന്റെ ഡെൻസിറ്റി വെയിറ്റ് ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആദ്യം നമുക്ക് ഇതിന്റെ പ്രഷറിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ നോക്കാം, അതായത് മാനോമെട്രിക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ നോക്കാം. ഇതൊരു പ്രഷർ ഇൻവെർട്ടഡ് യു ട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ്. ഇൻവെർട്ടഡ് യു ട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ചെറിയ പ്രഷർ ഡിഫറൻസുകൾ മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതിൽ ഉപയോഗിക്കുന്നത് വളരെ ലൈറ്റ് ഡെൻസിറ്റി ഉള്ള ഒരു മാനോമെട്രിക് ഫ്ലൂയിഡ് ആണ്. മെർക്കുറി ഒന്നും ഇതിൽ ഉപയോഗിക്കില്ല, ആൽക്കഹോളോ അല്ലെങ്കിൽ ഈവൻ എയർ തന്നെയോ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ ഫ്ലൂയിഡിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. 0.65 ആണ് മാനോമെട്രിക് ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. എയിലെ ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ്, ബിയില് 1 ആണ്. ക്യാൻ ബി കൺസിഡർഡ് ആസ് വാട്ടർ. ഓക്കെ, നമുക്കിവിടെ ആദ്യമേ ചെയ്യേണ്ടത് ഒരു ഇന്റർഫേസ് കണ്ടുപിടിക്കാം. രണ്ട് ഇന്റർഫേസുകളുണ്ട്, രണ്ട് ഇന്റർഫേസുകളുണ്ട്. എയും മാനോമെട്രിക് ഫ്ലൂയിഡും തമ്മിലൊരു ഇന്റർഫേസ് ഉണ്ട്, ബിയും മാനോമെട്രിക് ഫ്ലൂയിഡും തമ്മിലൊരു ഇന്റർഫേസ് ഉണ്ട്. ഇതിൽ യു ബെൻഡ് ഉണ്ടല്ലോ, ഈ യു ബെൻഡിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്റർഫേസ് ഇതാണ്, ഈ ഒരു ഇന്റർഫേസ് ആണ്. ആ ഇന്റർഫേസിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. ഈ ഹൊറിസോണ്ടൽ ലൈൻ ആണ് നിങ്ങളുടെ റെഫറൻസ് ലൈൻ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ദിസ് ഹൊറിസോണ്ടൽ ലൈൻ മസ്റ്റ് ബി ടേക്കൺ ആസ് ദ റെഫറൻസ് ലൈൻ. ഓക്കെ, ഞാനൊരു റെഫറൻസ് ലൈൻ അവിടെ മാർക്ക് ചെയ്തു. ഫൈൻ. ഇനി എനിക്ക് വേണ്ടത് പ്രഷർ ഡിഫറൻസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണേ, പി ബി മൈനസ് പി എ എന്നുള്ള പ്രഷർ ഡിഫറൻസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം ആ പ്രഷറിന്റെ ടേംസിലുള്ള ഇക്വേഷൻ ആദ്യം ഒന്ന് എഴുതാം. ഓക്കെ, ദിസ് ഈസ് യുവർ റെഫറൻസ് ലൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് റെഫറൻസ് ലൈൻ കിട്ടി. ഇനി റെഫറൻസ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രൊസീഡ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ലിംബിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം ഞാൻ എ എന്ന് പറയുന്ന ലിംബിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇനീഷ്യലി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പ്രഷർ എത്രയായിരിക്കും? പി എ. ഓക്കെ, ഇനി നിങ്ങൾ മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മേലെയുള്ള പ്രഷർ എന്ത് ചെയ്യണം? കുറയണം. ദെയർഫോർ ഒരു മൈനസ് സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത രണ്ട് ഫ്ലൂയിഡ്സിന്റെ ഇന്റർഫേസ് വരെ നിങ്ങൾ മൂവ് ചെയ്യാണ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മേലെയുള്ള പ്രഷർ, അതായത് നിങ്ങൾ ഈ ഒരു മാനോമീറ്ററിന്റെ ഉള്ളിൽ കൂടെ മൂവ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ഇനീഷ്യലി നിങ്ങൾ തുടങ്ങുന്നത് എയിൽ നിന്നാണ്, അതുകൊണ്ട് നിങ്ങളുടെ മേലെയുള്ള ഇപ്പോഴത്തെ പ്രഷർ പി എ ആണ്. ഇനി നിങ്ങൾ മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മേലെയുള്ള പ്രഷർ കുറയണം. എത്ര കുറയണം? റോ ജി എച്ച് കുറയണം. എത്രയാണ് റോ ജി എച്ച് എന്ന് പറയുന്നത്? 0.8 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഡെൻസിറ്റി കിട്ടും. ഇൻറ്റു ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതുപോലെ തന്നെ ഇതാണ് റോ ജി. ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 മീറ്റർ. ഓക്കെ, 0.5 മീറ്റർ. ഫൈൻ. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ഒരു ഫ്ലൂയിഡ് കോളം മുകളിൽ നിൽക്കുന്നുണ്ട്, അതായത് മാനോമെട്രിക് ഫ്ലൂയിഡ് കോളം. ഇതിലും നിങ്ങൾ മുകളിലേക്കല്ലേ മൂവ് ചെയ്യുന്നത്. ദെയർഫോർ അഗെയിൻ യുവർ പ്രഷർ ഡിക്രീസസ്. സോ മൈനസ് ഇട്ടു. അതിനുശേഷം ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 0.65 ഇൻറ്റു 1000 ഇൻറ്റു ജി. ഏതാണ് അതിന്റെ വെയിറ്റ് ഡെൻസിറ്റി? അതിന് ഹൈറ്റ് എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. ദെയർഫോർ ഇൻറ്റു 0.25 മീറ്റർ. ഓക്കെ, വൺസ് നിങ്ങൾ ഇന്റർഫേസ് എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് യു ടേൺ ചെയ്യാം. യു ടേൺ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റർഫേസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്റർഫേസ് അല്ല, സോറി, റെഫറൻസ് ലൈൻ. ആ റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത് മാനോമെട്രിക് ഫ്ലൂയിഡിന്റെ തന്നെ ലെഫ്റ്റ് ലിംബിലെയും റൈറ്റ് ലിംബിലെയും പോയിന്റ്സുകളെ കണക്ട് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണ്. ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡില്, ഒരു പർട്ടിക്കുലർ സ്റ്റാറ്റിക് ഫ്ലൂയിഡില് ഒരേ ഹൊറിസോണ്ടൽ ലൈനിൽ കിടക്കുന്ന പോയിന്റ്സുകൾക്ക് സെയിം പ്രഷർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മേലെയുള്ള പ്രഷർ എന്ത് ചെയ്യില്ല? മാറില്ല. അടുത്ത യു ടേൺ എടുത്ത് നിങ്ങൾ റൈറ്റ് ലിംബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മേലെയുള്ള പ്രഷർ മാറില്ല. ഇനി നേരെ നിങ്ങൾ താഴേക്കാണ് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. താഴേക്ക് മൂവ് ചെയ്യും നിങ്ങളുടെ മേലെയുള്ള പ്രഷർ എന്ത് ചെയ്യണം? കൂടണം. ദെയർഫോർ പ്ലസ്. ഓക്കെ, കൂടുന്നതുകൊണ്ട് പ്ലസ് ഇട്ടു. ഇനി എത്രയാണ് നിങ്ങൾ സ്വിം ചെയ്യേണ്ടത്? അടുത്ത പോയിന്റ് വരെ, ബി വരെ, അല്ലെ? ബി വരെ കൂടുമ്പോൾ എത്ര നിങ്ങളുടെ മേലെ പ്രഷർ കൂടിയിട്ടുണ്ടായിരിക്കും? 1 ആണ് ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇൻറ്റു 1000 ഇൻറ്റു ജി ഇൻറ്റു എത്രയാണ്? 100 സെന്റിമീറ്റർ 1 മീറ്റർ ആണ്. ഓക്കെ, 1 മീറ്റർ. ഇനി ഫൈനലി നിങ്ങളെ മീറ്റ് ചെയ്യുന്ന പ്രഷർ ആരാണ്? ബി. ദെയർഫോർ ഈക്വൽസ് പി ബി എന്ന് എഴുതാം. ഈക്വൽസ് പി ബി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് പി ബി മൈനസ് പി എ. പി ബി മൈനസ് പി എ എഴുതുമ്പോൾ എന്ത് വരും? പി ബി മൈനസ് പി എ ഈക്വൽ ടു മൈനസ് 0.8 ഇൻറ്റു 1000 ഇൻറ്റു ജി ഇൻറ്റു 0.5 മീറ്റർ മൈനസ് 0.65 ഇൻറ്റു 1000 ഇൻറ്റു ജി ഇൻറ്റു 0.25 മീറ്റർ പ്ലസ് 1 ഇൻറ്റു 1000 ഇൻറ്റു ജി ഇൻറ്റു 1 മീറ്റർ. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രഷർ ഡിഫറൻസ്. പക്ഷെ നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത്
പ്രഷർ ഡിഫറൻസ് പാസ്കൽ അല്ല, പകരം ഒരു ഫ്ലൂയിഡ് കോളത്തിന്റെ ഹെഡിന്റെ ടേംസിലാണ്. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഏത് ഫ്ലൂയിഡ് കോളത്തിന്റെ ടേംസിലാണോ വേണ്ടത് അതിന്റെ വെയിറ്റ് ഡെൻസിറ്റി കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണം. എനിക്ക് വാട്ടറിന്റെ ആയതുകൊണ്ട് ഞാൻ ത്രൂ ഔട്ട് 1000 into G കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1000 into G. 1000 into G എന്ന് വെച്ചാൽ എന്താണ്? വാട്ടറിന്റെ മാസ് ഡെൻസിറ്റി into G. അപ്പൊ 1000 into G കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാ 1000 റൈറ്റ് സൈഡിലുള്ള എല്ലാ 1000 into G ക്യാൻസൽ ആയി പോകും. Therefore our equation becomes minus 0.8 into 0.5 minus 0.65 into 0.25 plus 1 into 1. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത്രയും മീറ്റർ ആയിരിക്കും എന്ത് നിങ്ങളുടെ ആൻസർ. പക്ഷെ നമുക്ക് വേണ്ടത് സെന്റിമീറ്ററിലല്ല, അപ്പൊ ഇൻറ്റു 100 സെന്റിമീറ്ററിലേക്ക് മാറ്റണം. ഓക്കെ, ദിസ് ഇൻറ്റു 100 സെന്റിമീറ്റർ ഇതായിരിക്കും നിങ്ങളുടെ ഫൈനൽ ആൻസർ. സോ വൺസ് നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വാല്യൂ ഒക്കെ വളരെ ചെറുതാണ്. ഇത് ഏകദേശം -0.4 ഉള്ളൂ. ഇത് 0.65ന്റെ 1/4 ആണ് വരുന്നത്. ഈ 0.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് സെയിം ആണല്ലോ. അപ്പോൾ ഈ വാല്യൂ ആണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, 1 എന്നുള്ള വാല്യൂ. അതിനേക്കാളൊക്കെ വളരെ ചെറുതാണ് മറ്റ് വാല്യൂസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ആൻസർ മസ്റ്റ് ബി പോസിറ്റീവ്. പോസിറ്റീവ് ആയിട്ട് കിട്ടുന്ന ഈ ആൻസർ നിങ്ങൾക്ക് വരുന്നത് ഏകദേശം 44 ആണ് വരിക. 43 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 44 സെന്റിമീറ്റർ ഓഫ് വാട്ടർ ആണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ സർക്കുലർ ആനുലർ പ്ലേറ്റ് ബൗണ്ടഡ് ബൈ 2 concentric circles of diameter 1.2 meter and a 0.8 meter is immersed in water with its plane making an angle 45 degree with the horizontal. The center of the circle is 1.625 meter below the free surface. What will be the total pressure force on the face of the plate? ഒരു ആനുലർ പ്ലേറ്റ്, അതായത് ഒരു ഹോളോ സർക്കുലർ പ്ലേറ്റ്, അതിന്റെ ഔട്ടർ ഡയമീറ്റർ 1.2 മീറ്റർ ആണ്, ഇന്നർ ഡയമീറ്റർ 0.8 മീറ്റർ ആണ്. അത് 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്തു. ഓക്കെ, അതിന്റെ സെന്റർ 1.625 മീറ്റർ താഴെ വരുന്ന രീതിയിലാണ് അത് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത്. 45 ഡിഗ്രി ആണ് ഇൻക്ലിനേഷൻ. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രഷർ ഫോഴ്സ് അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ വൺ ഫേസ് ഓഫ് ദ പ്ലേറ്റ്? നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ഒരു വിഷ്വൽ ഇത് നോക്കുകയാണെങ്കിൽ ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ, ഫ്രീ സർഫസ് ഓഫ് ദ വാട്ടർ, ഇതാണ് ഫ്രീ സർഫസ് എന്ന് പറയുന്നത്. ഈ ഫ്രീ സർഫസിൽ നിന്ന് ഇതിന്റെ സെന്റർ നിൽക്കുന്നത് ഏകദേശം 1.625 മീറ്റർ ആണ്. ഔട്ടർ ഡയമീറ്റർ ഇസ് 1.2 മീറ്റർ, ഇന്നർ ഡയമീറ്റർ ഇസ് 0.8 മീറ്റർ. യു ഹാവ് ടു ഫൈൻഡ് ദ ടോട്ടൽ പ്രഷർ ഫോഴ്സ്. സോ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു സോളിഡ് സർഫസ് ഒരു ഫ്ലൂയിഡ് ആയിട്ട് സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എക്സേർട്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സിനെയാണ് ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഫോർ എനി ഇൻക്ലിനേഷൻ, ഏത് ഇൻക്ലിനേഷനിലുള്ള ഒരു ഏരിയയും ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാണാനുള്ള ഫോർമുല F is equal to rho G A H bar ആണ്. Rho is the density of the fluid, G is the acceleration due to gravity, A is the area of the surface in contact with the water. H bar ആണ് നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഒരു വാല്യൂ. അതായത് ഫ്രീ സർഫസിൽ നിന്ന് ഒരു സബ്മർജ് ചെയ്തിരിക്കുന്ന ഏരിയയുടെ സെൻട്രോയിഡ് എത്ര ഡിസ്റ്റൻസിലാണ്, എത്ര ഡെപ്തിലാണ് എന്നാണ് H bar ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു സർക്കുലർ പ്ലേറ്റ് സോളിഡ് ആണെങ്കിൽ ഹോളോ ആണെങ്കിൽ അതിന്റെ സെൻട്രലാണ് എക്സാക്ട് സെൻട്രോയിഡ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ വാല്യൂ എന്താണ് H bar ആയിട്ട് എടുക്കാം. H bar is this value. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ടല്ലോ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ F is equal to rho G A H bar which is equal to 1000 into G എന്നുള്ളത് 9.81. നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് 10 എടുത്ത് നോക്കാം. 10 into 5/4 into 1.2 square minus 0.8 square into H bar 1.625. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് ചെയ്തേന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് 5/4 ഈസ് അപ്രോക്സിമേറ്റ്ലി 0.8 ആണ്. ഈ ഒരു അപ്രോക്സിമേഷൻ എന്ന് അറിഞ്ഞിരിക്കാം. 5/4 ഈസ് അപ്രോക്സിമേറ്റ്ലി 0.8. Now this is equal to 1000 into 10 into 0.8. ജിയുടെ വാല്യൂ ഞാൻ അപ്രോക്സിമേറ്റ് 10 ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആക്ച്വൽ ആൻസർ കുറച്ചും കൂടെ ഇതിനേക്കാൾ കുറവായിരിക്കും. നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂനേക്കാൾ കുറച്ച് കുറവായിരിക്കും, 0.8. ഇനി 1.2 സ്ക്വയർ മൈനസ് 0.8 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? A സ്ക്വയർ മൈനസ് B സ്ക്വയർ അല്ലേ? ഇതിന് A പ്ലസ് ബി എടുക്കുമ്പോൾ 2 എന്ന് വരും, A മൈനസ് ബി എടുക്കുമ്പോൾ 0.4 വരും, ഇൻറ്റു 1.625. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഡെസിമൽ ആദ്യമേ തന്നെ കളയാം. 10 into 0.8 എന്ന് വെച്ചാൽ എന്താ, എത്രയാണ്? ഇറ്റ് ഈസ് 8 ആണ്. സോ 10 into 8. ഇനി ഒരു 10 into 0.4 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 100 ആയിട്ട് മാറും. ദിസ് ബിക്കംസ് 4. ഓക്കെ, ദിസ് into 4 ഇങ്ങനെയായിട്ട് മാറും. Therefore നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ആയിട്ട്
ഇങ്ങനെ വരും 100 into 8 into 2 into 4 into 1.625. ഇനി ആദ്യം ഞാൻ ഈ 1.625 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തവണ ട്വൈസ് എടുക്കുന്നതിന് തുല്യം. അപ്പൊ 1.625 ട്വൈസ് എടുക്കുമ്പോൾ ഏകദേശം 3.25 വരും. അതിന്റെ ട്വൈസ് എടുക്കുമ്പോൾ 6.5 എന്ന് വരും. അപ്പൊ ഈ മൊത്തം വാല്യൂ 6.5 എന്നായിട്ട് മാറി. 6.5 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 13 കിട്ടും. 13 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ 3 തവണ ട്വൈസ് എടുക്കുന്ന പോലെയല്ലേ? 2 into 2 into 2 അല്ലേ 8 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ. അപ്പൊ 13 ട്വൈസ് എടുത്തു കഴിഞ്ഞാൽ 26, 26 ട്വൈസ് എടുത്തു കഴിഞ്ഞാൽ 52, 52 ട്വൈസ് എടുത്തു കഴിഞ്ഞാൽ 100 പോയിന്റ് അല്ലെങ്കിൽ 104. ഓക്കെ, 104. 104 into 100 ഇങ്ങനെയായിട്ട് മാറി നമ്മുടെ ആൻസർ. ഇത്രയും ന്യൂട്ടൺ ആയിരിക്കും. അപ്പൊ നമുക്ക് കിലോ ന്യൂട്ടണിലേക്ക് മാറുമ്പോൾ എത്രയായിരിക്കും നമ്മുടെ ആൻസർ? ഏകദേശം 10 കിലോ ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, ഏകദേശം 10, അപ്രോക്സിമേറ്റ്ലി 10 കിലോ ന്യൂട്ടൺ. അതായത് ഇത് നമുക്ക് വരുന്നത് ഏകദേശം 10.4 കിലോ ന്യൂട്ടൺ ആണ് ആൻസർ വരുന്നത്. അതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് എന്താക്കാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി അതിനേക്കാൾ കുറവായിരിക്കും. കാരണം നമ്മൾ 9.81 10 ആയിട്ട് എടുത്തിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് കുറച്ച് കുറവായിരിക്കും, വിച്ച് ഈസ് 10 കിലോ ന്യൂട്ടൺ. So the third question, in an oil in a hydraulic cylinder is compressed from an initial volume of 2 meter cube to 1.96 meter cube. If pressure changes from 40 megapascal to 80 megapascal during compression, the bulk modulus of elasticity of oil is. ഓയിലിന്റെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ബൾക്ക് മോഡുലസ് ആൻഡ് കംപ്രസിബിലിറ്റി. റിലേറ്റഡ് ആയിരിക്കുന്ന വേറൊരു പ്രോപ്പർട്ടിയാണ് കംപ്രസിബിലിറ്റി. എത്ര ഈസി ആയിട്ട് ഒരു ഫ്ലൂയിഡിനെ കംപ്രസ് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു തരുന്നതാണ് കംപ്രസിബിലിറ്റി. അതിന്റെ റെസിപ്രോക്കൽ ആണ് ബൾക്ക് മോഡുലസ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, കൺസിഡർ എ ക്യൂബിക്കൽ ഫ്ലൂയിഡ് എലമെന്റ്. ഈ ക്യൂബിക്കൽ ഫ്ലൂയിഡ് എലമെന്റിൽ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നും ഈക്വലി അതിനെ പിടിച്ച് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വോളിയം സ്ലൈറ്റ്ലി അത് റെഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വരുത്തിയ ഇൻക്രിമെന്റിന്റെ പ്രഷറിൽ വരുന്ന ഇൻക്രിമെന്റ് ഡെൽറ്റ പി ആണ്. അത് കാരണം അതിന്റെ വോളിയം ഡെൽറ്റ വി കുറഞ്ഞെങ്കിൽ ബൾക്ക് മോഡുലസ് ഈസ് ഡിഫൈൻഡ് ആസ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി. അഗെയിൻ മോഡുലസ് വാല്യൂ എടുത്താൽ മതി. അതിന്റെ നെഗറ്റീവ് സൈൻ ഒക്കെ വരുന്നുണ്ട്, പക്ഷെ മോഡുലസ് വാല്യൂ എടുത്താൽ മതി. ഇറ്റ്സ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ചേഞ്ച് ഇൻ പ്രഷർ ബൈ റിലേറ്റീവ് ചേഞ്ച് ഇൻ വോളിയം, ദിസ് ഇസ് കോൾഡ് ബൾക്ക് മോഡുലസ്. ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഡെൽറ്റ വി ബൈ വി. ഇതിനെ നമ്മൾ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്നും പറയാറുണ്ട്. ഈ ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്ന ടൈമിനെ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്നും പറയാറുണ്ട്. ഇതിന്റെ റെസിപ്രോക്കൽ ആണ് കംപ്രസിബിലിറ്റി. അല്ലെങ്കിൽ തിരിച്ചും പറയാം, ബൾക്ക് മോഡുലസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് compressibility. Sorry, bulk modulus is the reciprocal of compressibility, or compressibility is the reciprocal of bulk modulus. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ഒരു വിഷ്വൽ നോക്കാം. ഇവിടെ ഓൾറെഡി പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിൽ ഒരു ഓയിൽ എടുത്തിട്ടുണ്ട്, ഒരു പ്രഷർ ഗേജ് ഒക്കെ ഉണ്ട്. ഇനീഷ്യൽ വോളിയം തന്നിട്ടുണ്ട് 2 മീറ്റർ ക്യൂബ്. ഫൈനൽ വോളിയം ആഫ്റ്റർ ഇൻക്രിമെന്റ് ഇൻ പ്രഷർ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി റെഡ്യൂസ്ഡ്, 0.04 റെഡ്യൂസ് ചെയ്ത് 1.96 മീറ്റർ ക്യൂബിലേക്ക് എത്തി. പ്രഷർ ചേഞ്ചസ് ഫ്രം 40 മെഗാപാസ്കൽ ടു 80 മെഗാപാസ്കൽ. അതായത് ഒരു 40 മെഗാപാസ്കലിന്റെ ഇൻക്രിമെന്റ് ആണ് പ്രഷറിൽ സംഭവിച്ചത്. അതിന് നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്തൊക്കെയാണ്? ഡെൽറ്റ പി ഈസ് 40 മെഗാപാസ്കൽ. അതെങ്ങനെ കിട്ടി? 80 മൈനസ് 40. നൗ ഇനീഷ്യൽ വോളിയം ഫൈനൽ വോളിയം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒറിജിനൽ വോളിയം എന്നുള്ളത് എന്താണ്? 2 മീറ്റർ ക്യൂബ് ആണ്. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് 1.96 മൈനസ് 2 ഇങ്ങനെ എടുക്കുക. അപ്പൊ നമുക്ക് -0.4 എന്നാണ് വരിക. ഇങ്ങനെ എടുക്കുമ്പോൾ ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം -0.4 എന്ന് വരും. ആ മൈനസ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. തൽക്കാലം നമുക്ക് പ്രോബ്ലത്തിലേക്ക് അതിന്റെ ആവശ്യമില്ല, ജസ്റ്റ് അതിന്റെ പോസിറ്റീവ് വാല്യൂ എടുത്താലും മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബൾക്ക് മോഡുലസ് കെ ഇസ് ഈക്വൽ ടു വാട്ട്? ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി. ശ്രദ്ധിക്കുക, ദിസ് ഈസ് 40 മെഗാപാസ്കൽ. 40 മെഗാപാസ്കൽ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വോളിയം, ഒറിജിനൽ വോളിയം ഒരേ യൂണിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മെഗാപാസ്കലിലായിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, therefore 0.04 divided by 2. This is equal to 40 into 2 divided by 4 into 10 raised to minus 2. So this is 10 and 10 into 10 raised to 3. So 2000 എന്നുള്ളൊരു ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഫൈനലായിട്ട് വരുന്നത് 2000 മെഗാപാസ്കൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ആ ഫൈനൽ കാൽക്കുലേഷന് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് വെറുതെ സമയം കളയണ്ട. നമുക്കിവിടെ കിട്ടുന്ന ആൻസേഴ്സ് തന്നെ നോക്കുമ്പോൾ 4 ക്യാൻസൽ ആയി, 2 മുകളിലേക്ക് വന്നു. അപ്പൊ 2-ൽ തുടങ്ങുന്ന ഏതെങ്കിലും ആൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, പിന്നെ 10ന്റെ പവേഴ്സ് സിംപ്ലിഫൈ ചെയ്ത് സമയം കളയാൻ നിൽക്കരുത്. ഇങ്ങനെ ഒരുപാട് സമയം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കരുത്. ചിലപ്പോ കുറച്ച് സെക്കൻഡ്സ് ആയിരിക്കും. ആ സെക്കൻഡ്സിൽ വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എൻഡിൽ ഉണ്ടായിരിക്കും. അത് നമുക്ക് ചിലപ്പോൾ ആ ഒരു സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആ സെക്കൻഡ് ഇവിടെ സേവ് ചെയ്യാൻ നോക്കാം. ഓക്കെ,
എപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, അത് തിയറി ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു, പ്രോബ്ലത്തിൽ ഓപ്ഷൻസിൽ എപ്പോഴും ഒരു കണ്ണ് നമുക്ക് വേണം, എസ്പെഷ്യലി പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്ക് ആ പ്രോബ്ലത്തിന്റെ ഇനീഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും നമ്പേഴ്സ്, നോൺ സീറോ ആയിട്ടുള്ള നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തുടങ്ങുന്ന ആൻസർ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൈനമാറ്റിക്സിൽ നിന്നാണ്. psi is equal to 2x square y plus x plus 1 into y square. Flow rate across line joining points A30, B02. കൈനമാറ്റിക്സിലെ രണ്ട് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ, പിന്നെ ഒന്ന് സ്ട്രീം ഫംഗ്ഷൻ. വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷന് ക്യാപിറ്റൽ ഫൈ അല്ല, സ്മോൾ ലെറ്റർ ഫൈ ആണ് അത് ആക്ച്വലി. ഫൈ ഇത് സൈ എന്നുള്ള സിമ്പിൾ ആണ് സ്ട്രീം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ സ്ട്രീം ഫംഗ്ഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഈ സ്ട്രീം ഫംഗ്ഷനും ഫ്ലോ റേറ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതും ഞാൻ ആ തിയറി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് സ്ട്രീം ലൈൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരു സ്ട്രീം ലൈനിലെ സ്ട്രീം ഫംഗ്ഷന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, വേറൊരു സ്ട്രീം ലൈനിന്റെ ത്രൂ ഔട്ട് വേറൊരു സ്ട്രീം ഫംഗ്ഷന്റെ വാല്യൂ അത് ത്രൂ ഔട്ട് അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവരെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത് എന്ന് പറയുന്നത് മോഡുലസ് വാല്യൂ ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രീം ഫംഗ്ഷൻസ് ആണ്. സ്ട്രീം ഫംഗ്ഷൻ വാല്യൂസിന്റെ ഡിഫറൻസിന്റെ മോഡുലസ് വാല്യൂ എടുക്കണം. കാരണം ഈ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് ആകാൻ പറ്റില്ല, ഇറ്റ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ടേം. അതുകൊണ്ട് ജസ്റ്റ് മോഡുലസ് വാല്യൂ എടുത്താൽ മതി. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ട്രീം ലൈനിന്റെ പാസ് ചെയ്യുന്ന പോയിന്റ് പറഞ്ഞിട്ടുണ്ട് 3,0, വേറൊരു സ്ട്രീം ലൈൻ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സ്ട്രീം ലൈൻ വേറൊരു പോയിന്റ് തന്നിട്ടുണ്ട് 0,2. ഓക്കെ, അപ്പൊ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ രണ്ട് പോയിന്റ്സിൽ കൂടെ പാസ് ചെയ്യുന്ന രണ്ട് സ്ട്രീം ലൈൻസുകൾക്ക് ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ഗിവൺ ഫ്ലോക്ക് ഒരു സ്ട്രീം ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഒരു ഗിവൺ ഫ്ലോക്ക് ഒരു സ്ട്രീം ഫംഗ്ഷൻ, ആ ഫ്ലോനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്ട്രീം ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഈ സ്ട്രീം ഫംഗ്ഷനിൽ ഈ എ എന്ന് പറയുന്ന ഈ പോയിന്റിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഇവിടെ എത്രയായിരിക്കും കിട്ടുക, psi 1 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, psi a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ 2 into 3 square into 0 plus 3 plus 1 into 0 square അല്ലെ, therefore it is 0. അതായത് ഈ വാല്യൂ ഈ 0 വരുന്ന ഈ ഒരു പോയിന്റ് മാത്രമല്ല, ഞാൻ എക്സിന് 0 വൈക്ക് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 0 വരില്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് പോയിന്റ്സുകൾ എന്തുണ്ട് ഈ ഒരു ഫ്ലോ നടക്കുന്ന റീജിയണിലെ ഏതെങ്കിലും കോർഡിനേറ്റ്സിലൊക്കെ ഈ 0 വാല്യൂ വരുന്ന ഒരുപാട് കോർഡിനേറ്റ്സ് എനിക്ക് കണ്ടുപിടിക്കാം. ആ കോർഡിനേറ്റ്സിനൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു സ്ട്രീം ലൈൻ ആയിരിക്കും. അതാണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിലൊക്കെ എന്തായിരിക്കും psi 0 ആയിരിക്കും. ഇതുപോലെ നമുക്ക് psi b കണ്ടുപിടിച്ച് നോക്കാം. b എന്ന് പറയുന്ന പോയിന്റിന്റെ വാല്യൂ അത് എത്രയാണ്, പോയിന്റ് 0,2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into 0 square into 2 plus 0 plus 1 into 2 square. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു നോൺ സീറോ വാല്യൂ വരുന്നുണ്ട് വിച്ച് ഈസ് നത്തിങ് ബട്ട് 4 വരുന്നുണ്ട്. അതിനർത്ഥം ഈ 0,2 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമല്ല ഒരു സ്ട്രീം ഫംഗ്ഷന്റെ വാല്യൂ 4 വരുന്നത്. അങ്ങനെ ഒരുപാട് പോയിന്റ്സുകൾ ഉണ്ട്, ഡിഫറെന്റ് കോമ്പിനേഷൻസിൽ അത് പോസിബിൾ ആണ്. അവരൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സ്ട്രീം ലൈൻ ആണ് ഇത്. ഐഡിയ മനസ്സിലായോ? ഇതാണ്. അപ്പൊ ഒരു സ്ട്രീം ഫംഗ്ഷൻ ഒന്നേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിലെ ഡിഫറെന്റ് കോർഡിനേറ്റ്സിലെ ഡിഫറെന്റ് പോയിന്റ്സുകളായിരിക്കും. അതിൽ തന്നെ പല കോർഡിനേറ്റ്സിന്റെ കോമ്പിനേഷനിൽ ഒരു സെർട്ടൺ വാല്യൂ വരുന്ന ഈ സ്ട്രീം ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ വാല്യൂ വരുന്ന പോയിന്റ്സുകളൊക്കെ ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ അതൊരു സ്ട്രീം ലൈൻ ആയിരിക്കും. വേറൊരു പർട്ടിക്കുലർ വാല്യൂ വരുന്ന വരച്ചു കഴിഞ്ഞാൽ അത് വേറെ സ്ട്രീം ലൈൻ ആയിരിക്കും. ഈ രണ്ട് സ്ട്രീം ലൈൻസിന്റെ സ്ട്രീം ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത് ആണ്. therefore നമ്മുടെ ആൻസർ ഏതാണ്, 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 വെഞ്ചൂറിമീറ്റേഴ്സ് ഓഫ് ഡിഫറെന്റ് ഏരിയ റേഷ്യോസ് ആർ കണക്റ്റഡ് അറ്റ് ഡിഫറെന്റ് ലൊക്കേഷൻസ് ഓഫ് എ പൈപ്പ് ലൈൻ ടു മെഷർ ഡിസ്ചാർജ്. Similar manometers are used across the 2 venturimeters to register the head differences. The first venturimeter of area ratio 2 registers a head difference h, while the second venturimeter registers 5h. The area ratio for the second venturimeter is 3, 4, 5, 6. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു പ്രോബ്ലം ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വെഞ്ചൂറിമീറ്റർ എന്ന് പറയുന്നത്? ഒരു പൈപ്പ് ലൈനിൽ കൂടെയുള്ള ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വെഞ്ചൂറിമീറ്റർ. അതിന് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ട്. ഇതാണ് പൈപ്പിന്റെ പോർഷൻ. ദെൻ അതിനുശേഷം ഇൻലെറ്റ് സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് എ കൺവെർജിങ് സെക്ഷൻ, ദെൻ എ കോൺസ്റ്റന്റ് ഡയമീറ്റർ സെക്ഷൻ കോൾഡ് ത്രോട്ട്, ദെൻ എ ലോങ് ഡൈവർജിങ് സെക്ഷൻ. ഈ ലോങ് ഡൈവർജിങ് സെക്ഷൻ വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ടു അവോയ്ഡ് ഫ്ലോ സെപ്പറേഷൻ, അതുപോലെ തന്നെ എഡ്ഡി ലോസസ്, ടർബുലന്റ് ലോസസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അറൌണ്ട് 6 to 8 ഡിഗ്രി ആംഗിൾ മാത്രമേ ഇത് വെക്കാറുള്ളൂ. 6 to 8 ഡിഗ്രി ആണ് പ്രിഫേർഡ് ആംഗിൾ എന്ന് പറയുന്നത്.
കൺവെർജിങ് ആംഗിൾ 21 to 22 ഡിഗ്രി ഒക്കെ വെക്കാറുണ്ട്. ത്രോട്ട് എന്നത് കോൺസ്റ്റന്റ് ഡയമീറ്റർ സെക്ഷൻ ആണ്. ജനറലി പൈപ്പ് ഡയമീറ്ററിന്റെ നേരെ പകുതിയാണ് ത്രോട്ട് ഡയമീറ്റർ വെക്കാറ് ജനറലി. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഒരു പൈപ്പ് ലൈനിൽ തന്നെ ഡിസ്ചാർജ് രണ്ട് ലൊക്കേഷനിൽ 2 വെഞ്ചൂറിമീറ്റേഴ്സ് വെച്ചുകൊണ്ട് മെഷർ ചെയ്യാണ്. ഇപ്പൊ വെഞ്ചൂറിമീറ്ററിന്റെ കൂടെ ഇവിടെ ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉണ്ടായിരിക്കും. ദർ ഇസ് എ ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ ഒരു മാനോമെട്രിക് ഫ്ലൂയിഡിന്റെ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ ദിസ് ഈസ് എച്ച്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു എസ് എം ബൈ എസ് മൈനസ് 1. ഞാൻ ജസ്റ്റ് ഇത് അഡീഷണൽ പോയിന്റ്സ് ആയിട്ട് പറയുന്നതാണ്, നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് അത് ആവശ്യമില്ല. ജസ്റ്റ് മനസ്സിലാക്കുക, എച്ച് എന്ന് പറയുന്നത് മാനോമെട്രിക് ഫ്ലൂയിഡിന്റെ ഹൈറ്റ് ഡിഫറൻസ് ആണ്. ഡെൽറ്റ എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് കറസ്പോണ്ടിങ് പ്രഷർ ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ്. പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിന്റെ ടേംസിലുള്ള പ്രഷർ ഡിഫറൻസ് ആണ്. അതിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുലയാണ് ഇത്. ഓക്കെ, എസ് എന്ന് പറയുന്നത് മാനോമെട്രിക് ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, എസ് എന്ന് പറയുന്നത് പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഈ ഡാറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വെഞ്ചൂറിമീറ്ററിലെ ഡിസ്ചാർജ് കാണാനുള്ള ഫോർമുല എന്താണ്? സി ഡി ഇൻറ്റു A1A2 റൂട്ട് 2G ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. ഓക്കെ, അപ്പൊ ഒരിക്കലും ഈ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ മാനോമെട്രിക് ഫ്ലൂയിഡിന്റെ ഹൈറ്റ് ഡിഫറൻസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. എല്ലാതും പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിന്റെ ടേംസിൽ കൺവേർട്ട് ചെയ്തിട്ടുള്ള വാല്യൂ വേണം ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഡെൽറ്റ എച്ച് കാണാനുള്ള ഫോർമുല ഇതാണ്. നോ, നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കറസ്പോണ്ടിങ് ഹെഡ് ഡിഫറൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. A1 എന്ന് പറയുന്നത് ഈ പൈപ്പിലെ ക്രോസ് സെക്ഷനിലെ ഇൻലെറ്റ് സെക്ഷനിലെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് A1, ത്രോട്ടിലെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് A2. ഓക്കെ, സി ഡി എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. സി ഡി എന്ന് പറഞ്ഞ ഡെഫിനേഷൻ എന്താണ്? ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയറട്ടിക്കൽ ഡിസ്ചാർജ്. അറൌണ്ട് 0.98 ആണ് അതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കാറ് ഫോർ വെഞ്ചൂറിമീറ്റർ. ഒറിഫൈസ് മീറ്ററിനാണെങ്കിൽ അത് അറൌണ്ട് 0.63 റേഞ്ചിലൊക്കെയാണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പൈപ്പ് ലൈനിൽ തന്നെ 2 ലൊക്കേഷൻസിൽ ഇവിടെ ഒരു വെഞ്ചൂറിമീറ്റർ ഉണ്ട്, ഇവിടെ വേറൊരു വെഞ്ചൂറിമീറ്റർ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വെഞ്ചൂറിമീറ്റർ മെഷർ ചെയ്യുന്ന അതേ ഡിസ്ചാർജ് തന്നെ ഇയാളും മെഷർ ചെയ്യേണ്ടത്. സെയിം പൈപ്പ് ലൈനിൽ തന്നെ ഇത് ഫിക്സ് ചെയ്തത് കൊണ്ട് രണ്ടുപേരും മെഷർ ചെയ്യേണ്ട ഡിസ്ചാർജ് സെയിം ആയിരിക്കണം. മാത്രമല്ല രണ്ടും ഒരേ പൈപ്പ് ലൈനിലായതുകൊണ്ട് A1 എന്ന് പറയുന്ന പാരാമീറ്റർ, അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് ദ ഇൻലെറ്റ്, അത് പൈപ്പിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. അത് രണ്ടുപേർക്കും സെയിം ആണ്. അപ്പൊ ഈ 2 പാരാമീറ്റർ സെയിം ആണെന്നുള്ളത് ആദ്യമേ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതായത് A1 സെയിം ആയിരിക്കും, അതുപോലെ തന്നെ ഡിസ്ചാർജ് സെയിം ആയിരിക്കും. ഇനി നമുക്കൊരു അസംഷൻ വെക്കേണ്ടതായിട്ടുണ്ട്. 2 വെഞ്ചൂറിമീറ്ററിനും സി ഡി സെയിം ആണെന്ന് അസ്യൂം ചെയ്യും. അസ്യൂമിങ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇസ് സെയിം ഫോർ ബോത്ത് വെഞ്ചൂറിമീറ്റേഴ്സ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആദ്യത്തെ വെഞ്ചൂറിമീറ്ററിന്റെ ഏരിയ റേഷ്യോ ഈസ് 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ റേഷ്യോ എന്ന് വെച്ചപ്പോൾ ഏതായിരിക്കും? നമുക്ക് 2 ഏരിയ റേഷ്യോ എടുക്കാം. A1/A2 എടുക്കാം, അല്ലെങ്കിൽ A2/A1 എടുക്കാം. ഒബിയസ്ലി അതൊരു ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു വാല്യൂ ആയിട്ട് തന്നതുകൊണ്ട് നമ്മൾ എങ്ങനെ എടുക്കണം? A1/A2 എന്നുള്ള രീതിയിൽ എടുക്കണം. ഇനി അതൊരു 0.5 അല്ലെങ്കിൽ 0.25 എന്നൊക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് A2/A1 ആയിട്ട് എടുക്കണം. അപ്പൊ ഇവിടെ നമുക്ക് A1/A2 എന്നുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വെഞ്ചൂറിമീറ്ററിന്റെ A1/A2 എന്ന് പറയുന്ന റേഷ്യോ എത്രയാണ്? 2 ആണ്. അതിന്റെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് H ആണ്. ഈ ഡാറ്റ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സെക്കൻഡ് വെഞ്ചൂറിമീറ്ററിന് A1/A2 എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന്റെ ഡെൽറ്റ എച്ച് പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട് 5H ആണെന്ന് തന്നിട്ടുണ്ട്. അതിനർത്ഥം നമുക്ക് ഇവർ തമ്മിൽ ഒരു റിലേഷൻ ഇതിന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പൊ ഇവിടെ ഈ ഇക്വേഷനിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. Q സെയിം ആണെന്ന് പറഞ്ഞു, രണ്ടുപേർക്കും Q സെയിം ആണ് അല്ലെ. അപ്പൊ ഞാൻ ഇതാണെങ്കിൽ Q ഇസ് ഈക്വൽ ടു ആദ്യത്തെ കേസിൽ A1/A2 റൂട്ട് 2G H ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. ഞാൻ സി ഡി രണ്ടുപേർക്കും സെയിം ആയതുകൊണ്ട് വീണ്ടും എഴുതുന്നില്ല. ഇതേ ഡിസ്ചാർജ് തന്നെ രണ്ടാമത്തെ വെഞ്ചൂറിമീറ്ററും മെഷർ ചെയ്യണം. സോ A1, അപ്പൊ അയാളുടെ ഏത് റേഷ്യോ ആയിരിക്കും, ഏത് ഏരിയ ആയിരിക്കും വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കുക? ത്രോട്ടിന്റെ ഏരിയയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാൻ അതിനെ A2 ഡാഷ് എന്ന് വിളിക്കുകയാണ്. A2 ഡാഷ് റൂട്ട് 2G H. Hന്റെ സ്ഥാനത്ത് അവിടെ എന്താ വരുന്നത്? റൂട്ട് 2G ഇൻറ്റു 5H എന്ന് വരും, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 ഡാഷ് സ്ക്വയർ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ A1 കോമൺ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ A1 കട്ട് ചെയ്ത് കളയാം, റൂട്ട് 2G കട്ട് ചെയ്ത് കളയാം. റിമൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ഈ ഡിനോമിനേറ്ററിൽ നിന്ന് എന്ത് ചെയ്യണം? റൂട്ട് A2 സ്ക്വയർ വെളിയിലേക്ക് എഴുതാം. A2 സ്ക്വയർ വെളിയിലേക്ക് വരുമ്പോൾ A2 ആയിട്ട് മാറില്ലേ? ദെയർഫോർ A2 റൂട്ട് H എന്നായിട്ട് മാറും, മുകളില് A2 എന്നായിട്ട് മാറും, A1/A2 ഹോൾ സ്ക്വയർ മൈനസ് 1 ആയിട്ട് മാറും. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇതേപോലെ തന്നെ ഇവിടെ A2 ഡാഷ് ഞാൻ വെളിയിലേക്ക് എഴുതാണെങ്കിലോ A2 ഡാഷ് ഇൻറ്റു റൂട്ട് 5H
ഡിവൈഡഡ് ബൈ a2 ഡാഷ് ഇൻറ്റു റൂട്ട് ഓഫ് a1 ബൈ a2 ഡാഷ് ഹോൾ സ്ക്വയർ മൈനസ് 1 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇതിൽ എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുന്ന എന്തൊക്കെയാണ്? റൂട്ട് എച്ച് ക്യാൻസൽ ചെയ്ത് കളയാം, a2 ഡാഷ് ക്യാൻസൽ ചെയ്യാം, a2 ക്യാൻസൽ ചെയ്ത് കളയാം. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് കാര്യങ്ങൾ കിട്ടി. 1 ഡിവൈഡഡ് ബൈ റൂട്ട് a1 ബൈ a2. ദിസ് റേഷ്യോ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഫസ്റ്റ് വെഞ്ചൂറിമീറ്ററിന്റെ a1 ബൈ a2 എത്രയാണ്? 2 ആണെന്ന് അവർ തന്നിട്ടുണ്ട് അല്ലെ. ഏരിയ റേഷ്യോ ഇസ് 2. സോ 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു റൂട്ട് 5 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, ഈ റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്, ദാറ്റ് ഈസ് a1 ബൈ a2 ഡാഷ് ഹോൾ സ്ക്വയർ മൈനസ് 1. ഇതെല്ലാം സ്ക്വയർ റൂട്ടിൽ എടുക്കുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആൻസർ ഈസി ആയിട്ട് കിട്ടും. നമുക്ക് ഇങ്ങനെ വരുന്നത് നോക്കാം. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ മൈനസ് 1 ഈസ് 3 ഇസ് ഈക്വൽ ടു, സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് 5 ആയിട്ട് മാറും, 5 ഡിവൈഡഡ് ബൈ a1 ബൈ a2 ഡാഷ് ഹോൾ സ്ക്വയർ മൈനസ് 1. Therefore, a1 by a2 dash whole square minus 1 is equal to 15. a1 by a2 dash whole square is equal to 16. That implies a1 by a2 dash, അതായത് രണ്ടാമത്തെ വെഞ്ചൂറിമീറ്ററിന്റെ ഏരിയ റേഷ്യോ ഈസ് റൂട്ട് 16 which is 4. 4 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് ബേസിക് ഫോർമുല വെച്ചുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നല്ലപോലെ ആദ്യം മനസ്സിലാക്കുക. 2 കൺസെപ്റ്റുകളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ ഏരിയ റേഷ്യോ എടുത്തിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണോ ലെസ് ദാൻ 1 ആണോ നോക്കുക. രണ്ടാമത്തെ കാര്യം ഡിസ്ചാർജ് ഒരേ പൈപ്പ് ലൈനിലായതുകൊണ്ട് അതിന്റെ ഏരിയയും സെയിം ആയിരിക്കും, a1 എന്ന് പറയുന്ന പാരാമീറ്ററും സെയിം ആയിരിക്കും, അതുപോലെ തന്നെ ഡിസ്ചാർജ് മെഷർ ചെയ്യുന്നതും സെയിം ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following can be a set of velocity components in a 2-dimensional flow? കുറച്ച് വെലോസിറ്റി കോമ്പോണൻസ് തന്നിട്ടുണ്ട്. നമ്മൾ തിയറി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഒരു വെലോസിറ്റി ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ നമുക്കൊരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയെ 3 കോമ്പോണൻസ് ആക്കാം. എക്സ് ഡയറക്ഷനില് u, y ഡയറക്ഷനില് ഇറ്റ് ഈസ് v ആൻഡ് z ഡയറക്ഷനില് ഇറ്റ് ഈസ് w. ഇങ്ങനെ 3 കോമ്പോണൻസ് ആക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് വെലോസിറ്റി വെക്ടർ ഈസ് ഗിവൺ ബൈ ui plus vj plus wk and the magnitude of velocity is given by root of u square plus v square plus w square. Okay, ഇനി ഏതൊരു ടൈപ്പ് ഫ്ലോയും സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ആണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ which is based on conservation of mass. കൺസർവേഷൻ ഓഫ് മാസ് ഒരിക്കലും വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് റിയൽ ഫ്ലൂയിഡ് ആയിക്കോട്ടെ ഐഡിയൽ ഫ്ലൂയിഡ് ആയിക്കോട്ടെ, ഒരിക്കലും വയലേറ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു ഫണ്ടമെന്റൽ ലോ ഓഫ് ഫിസിക്സ് ആണ് ഈ പറഞ്ഞ കൺസർവേഷൻ ഓഫ് മാസ്. കൺസർവേഷൻ ഓഫ് മാസിനെ നമുക്കൊരു 3 ഡയമെൻഷണൽ ജനറൽ ഫ്ലോ ഫീൽഡിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ മോസ്റ്റ് ജനറൽ ഫോം ഓഫ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് വരുന്നത് കൺസർവേഷൻ ഓഫ് മാസ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. നൗ ഇതിൽ തന്നെ ഒരു ഫ്ലോ സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ there is no variation of any parameter with respect to time. ടൈമിനനുസരിച്ച് ഒരു പാരാമീറ്റർ മാറാൻ പാടില്ല. അതുകൊണ്ട് ലാസ്റ്റ് ടേം ഡോ റോ ബൈ ഡോ ടി ബിക്കംസ് 0. Therefore ഈ 3 ടേംസുകൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഇഫ് ദ ഫ്ലോ ഇസ് ഇൻകംപ്രസിബിൾ, അത് സ്റ്റഡി ആവണം നിർബന്ധമില്ല, പക്ഷെ ഇൻകംപ്രസിബിൾ ആണ്. ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ ഫ്ലോ. മോസ്റ്റ് ഓഫ് ദ ലിക്വിഡ് ഫ്ലോ മോസ്റ്റ്ലി നമ്മൾ ഇൻകംപ്രസിബിൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാറ്. ഗ്യാഷ്യസ് ഫ്ലോ ഇൻകംപ്രസിബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷനാണ് മാക് നമ്പർ ലെസ് ദാൻ 0.3 എന്നുള്ളത്. മാക് നമ്പർ അതായത് വെലോസിറ്റി ഓഫ് ദ ഫ്ലോ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ദ സൗണ്ട് ത്രൂ ദ ഫ്ലൂയിഡ്, അത് ലെസ് ദാൻ 0.3 ആണെങ്കിൽ വി ക്യാൻ കൺസിഡർ ഗ്യാസ് ഫ്ലോ തന്നെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇൻകംപ്രസിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിന്റെ ഡെൻസിറ്റി വേരിയേഷൻ നെഗ്ലിജിബിൾ ആയിരിക്കും ആ ഒരു പർട്ടിക്കുലർ കേസിൽ. ആ കേസിൽ നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ സ്റ്റിൽ ലാസ്റ്റ് ടേം അപ്പോഴും 0 ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു കാര്യം കണ്ടോ, ഡെൻസിറ്റി എന്നുള്ള ടേം അവിടെ ടൈമിനനുസരിച്ച് വാരി ചെയ്യാത്തത് കൊണ്ടാണ് ഫസ്റ്റ് കേസിൽ അത് എന്തായിട്ട് മാറിയത്, 0 ആയിട്ട് മാറിയത്, ഡോ റോ ബൈ ഡോ ടി 0 ആയത്. രണ്ടാമത്തെ കേസിൽ ഡെൻസിറ്റി ഇറ്റ് സെൽഫ് ഈസ് കോൺസ്റ്റന്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാട്ടറിന്റെ ഡെൻസിറ്റി 1000 kg/m3, ജസ്റ്റ് ഒരു നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ.
അതിന്റെ കൂടെ സ്പേസ് കോർഡിനേറ്റും ഉണ്ടാവില്ല, ടൈമും ഉണ്ടാവില്ല. പക്ഷെ സ്റ്റിൽ വെലോസിറ്റി എന്ന് പറയുന്ന കോമ്പോണൻസ് വേണമെങ്കിൽ ടൈമിനനുസരിച്ച് മാറാം. അതുകൊണ്ട് ഫ്ലോ സ്റ്റഡി ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. വെലോസിറ്റി വേരി ചെയ്താലും ഫ്ലോ അൺസ്റ്റഡി ആണ് അല്ലെ. അപ്പൊ ഡെൻസിറ്റിയിലെ ഡോറോ ബൈ ഡോട്ടി എന്നതുകൊണ്ട് മാത്രം ആ ഫ്ലോ എന്തായിരിക്കണമെന്നില്ല. ഇറ്റ് ക്യാൻ മേ ബി സ്റ്റഡി ഓർ അൺസ്റ്റഡി. പക്ഷെ അത് ഇൻകംപ്രസിബിൾ ആയിരിക്കും, ഇൻകംപ്രസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ആ കേസിൽ ഈ ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ഓരോ ടൈമിൽ നിന്നും വെളിയിലേക്ക് എഴുതിക്കൊള്ളാം. ഡിഫറൻഷ്യലിന് വെളിയിലേക്ക് എഴുതാം. വെളിയിലേക്ക് എഴുതുമ്പോൾ റോ ഇൻറ്റു ദിസ് ടേം, റോ ഇൻറ്റു ദിസ് ടേം, റോ ഇൻറ്റു ദിസ് ടേം ഇസ് ഈക്വൽ ടു 0. അപ്പൊ റോ കോൺസ്റ്റന്റ് ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഇക്വേഷൻ ബിക്കംസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് യു എന്നായിട്ട് മാറും, പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡബ്ല്യു is equal to 0. It is one of the most important form of continuity equation. ഫ്ലോ സ്റ്റഡി ആയിരിക്കാം, അൺസ്റ്റഡി ആയിരിക്കാം, പക്ഷെ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഇൻകംപ്രസിബിൾ. കാരണം അവിടെ ഡെൻസിറ്റിയുടെ ഒരു ടേമും വരുന്നില്ല. ഓക്കെ, ഇതിൽ തന്നെ 2 ഡയമെൻഷനിലാണെങ്കിൽ ഈ ലാസ്റ്റ് ടേമിന് 0 കൊടുത്താൽ മതി. നമുക്കിവിടെ അനലൈസ് ചെയ്യേണ്ടത് ഇതാണ്. ഒരു വെലോസിറ്റി ഫീൽഡിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് ഈ ഒരു ഇൻകംപ്രസിബിൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന വെലോസിറ്റി കോമ്പോണൻസിൽ ഒന്നും ടൈമിന്റെ വേരിയബിൾ വരാത്തത് കൊണ്ട് നമുക്ക് എന്ത് ജഡ്ജ് ചെയ്യാം? ദ ഫ്ലോ ഈസ് സ്റ്റഡി എന്നുള്ളത് ജഡ്ജ് ചെയ്യാം. ഓക്കെ, വെലോസിറ്റിയിൽ ടൈം വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അൺസ്റ്റഡി അല്ലെങ്കിൽ സ്റ്റഡി. ഇവിടെ പക്ഷെ ഫ്ലോയില് നമുക്ക് ഓരോ കോമ്പോണന്റും ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, ഓരോ ഓപ്ഷനും ചെക്ക് ചെയ്ത് നോക്കാം. ഡോ യു ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ വൈയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് കേസിൽ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, പ്ലസ് ഡോ വി ബൈ ഡോ വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2y ആണ്, വിച്ച് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് ഈക്വൽ ടു 0. അവിടെ y കോമ്പോണന്റ് വരുന്നുണ്ട്, ഒരു 1 വരുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് ഇത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതൊരു ഇൻകംപ്രസിബിൾ 2 ഡയമെൻഷണൽ ഫ്ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് പറയാൻ പറ്റും. ഇവിടെ ഇൻകംപ്രസിബിൾ എന്നുള്ള കണ്ടീഷൻ സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കത് അസ്യൂം ചെയ്യേണ്ടി വരും. കാരണം ഡെൻസിറ്റിയുടെ വേറെ പാരാമീറ്റേഴ്സ് ഒന്നും നമുക്ക് തന്നിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും തന്നിട്ടില്ല. അത് കംപ്രസിബിൾ ഫ്ലോ ആണെങ്കിൽ അവർ അത് ഡെൻസിറ്റിയുടെ ഏതെങ്കിലും ഒരു പാരാമീറ്ററും കൂടെ തരും. ഇനി രണ്ടാമത്തെ കേസിൽ നോക്കൂ, ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, ഡോ വി ബൈ ഡോ വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 ആണ്. സോ സം എടുക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് 0 വരുന്നുണ്ട്. സോ ദിസ് സാറ്റിസ്ഫൈസ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അതുകൊണ്ട് ഇതാണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ബാക്കി രണ്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വെറുതെ ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കേസിൽ ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ എക്സ് എന്ന് വെച്ചാൽ y ആണ്, ഡോ വി ബൈ ഡോ വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ -x/y² ആണ്, which is not equal to 0. So this also does not satisfy continuity equation. Second കേസിൽ ലാസ്റ്റ് കേസിൽ ഡോ യു ബൈ ഡോ എക്സ് is 2x, ഡോ വി ബൈ ഡോ വൈ എന്ന് വെച്ചാൽ -2y ആണ്. ദിസ് ഈസ് ഓൾസോ നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് ഇതും കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡെഫിനറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു 2 ഡയമെൻഷണൽ ഇൻകംപ്രസിബിൾ ഫ്ലോ അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫ്ലോ മാത്രമേ പ്രാക്ടിക്കലി പോസിബിൾ ആവുള്ളൂ. Next question. What is the discharge for laminar flow through a pipe of diameter 40 millimeter having centerline velocity of 1.5 meter per second? Laminar flow through pipe അല്ലെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ട്. അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. ആൻസേഴ്സ് പൈയുടെ ടേംസിലെ സിംപ്ലിഫിക്കേഷൻ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമുക്ക് ഓപ്ഷൻസ് എല്ലാം തന്നിരിക്കുന്നത്. ലാമിനാർ ഫ്ലോ ത്രൂ സർക്കുലർ പൈപ്പിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് അതിന്റെ വെലോസിറ്റി പ്രൊഫൈലിന്റെ ഷേപ്പ്. ഇറ്റ് ഈസ് എ പരാബോളിക് വെലോസിറ്റി പ്രൊഫൈൽ. മാക്സിമം വാല്യൂ സെൻട്രൽ ലൈനിലായിരിക്കും ആൻഡ് രണ്ട് സർഫസുകളിലും 0 ആയിരിക്കും. കാരണം എന്താ, രണ്ട് സർഫസ് എന്ന് പറയാൻ പാടില്ല, ത്രൂ ഔട്ട് പൈപ്പ് സർഫസിൽ 0 ആയിരിക്കും. അതിന് കാരണമാണ് നോ സ്ലിപ്പ് കണ്ടീഷൻ. ഒരു സോളിഡ് സർഫസിൽ ആ ഒരു ലെയർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിനാണ് നോ സ്ലിപ്പ് കണ്ടീഷൻ എന്ന് പറയുന്നത്. പൈപ്പ് സ്റ്റേഷനറി ആയതുകൊണ്ട് ആ ലെയറും സ്റ്റേഷനറി ആയിരിക്കും. ദെർഫോർ അവിടെ 0 എന്നാണ് തുടങ്ങുന്നത്. സെൻട്രലിലെ കേസ് എന്ന് പറയുന്നത് എല്ലാ സർഫസിൽ നിന്ന് മാക്സിമം അകലേക്ക് എടുക്കുന്ന ഒരു പോയിന്റ് അല്ലേ, അതുകൊണ്ട് അവിടെ റെസിസ്റ്റൻസ് മിനിമം ആയിരിക്കും, മാക്സിമം വെലോസിറ്റിയിലായിരിക്കും പാസ് ചെയ്യാം. ദാറ്റ് വെലോസിറ്റി ഈസ് കോൾഡ് സെൻട്രൽ ലൈൻ വെലോസിറ്റി. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ട് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ, ഇവിടെ പൈപ്പിന്റെ ആക്സിസിൽ നിന്ന് ഒരു സർട്ടൺ റേഡിയൽ ഡിസ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ ഞാൻ അതിനെ സ്മോൾ ആർ എന്ന് കാണിക്കുകയാണ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. സ്മോൾ ആർ, ഓക്കെ, ദിസ് റേഡിയസ് ഇസ് സ്മോൾ ആർ. പൈപ്പിന്റെ റേഡിയസിന് ഞാൻ ക്യാപിറ്റൽ ആറിനോട് കാണാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സ്മോൾ ആർ ഡിസ്റ്റൻസിലുള്ള ഒരു ലെയറിന്റെ വെലോസിറ്റി ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ആദ്യം അറിയേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ u is equal to 1/4 mu minus dou p by dou x into capital R square minus small r square. എല്ലാ ഡിസ്റ്റൻസുകളും പൈപ്പിന്റെ ആക്സിസിൽ നിന്ന് മെഷർ ചെയ്യണം. ദിസ് ഇസ് ഇനി ഇത് മാക്സിമം ആവാനുള്ള കണ്ടീഷൻ എന്താ? ദാറ്റ് ഈസ് umax is equal to ആ സബ്ട്രാക്ട് ചെയ്യുന്ന ടേം 0 ആയ പോലെ. Therefore 1/4 mu minus dou p by dou x into capital R square. This is the
മാക്സിമം വെലോസിറ്റി. ഈ വെലോസിറ്റി ആണ് നിങ്ങൾ സെൻട്രൽ ലൈൻ വെലോസിറ്റി എന്ന് പറയുന്നത്. സെൻട്രൽ ലൈൻ വെലോസിറ്റി. പൈപ്പിന്റെ കേസിൽ നമുക്ക് അതിന്റെ ആവറേജ് വെലോസിറ്റി, വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട്, ആവറേജ് വെലോസിറ്റി ഈസ് ഹാഫ് മാക്സിമം വെലോസിറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് 1/8 mu minus dou p by dou x into capital R square. ലാമിനാർ ഫ്ലോ ത്രൂ പൈപ്പ്, ആ കേസിൽ ആവറേജ് വെലോസിറ്റി ഈസ് ഹാഫ് ഓഫ് മാക്സിമം വെലോസിറ്റി ആയിരിക്കും. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള റിസൾട്ടും കൂടിയാണ്. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? ഡിസ്ചാർജ് ആണ് കാണേണ്ടത്. ഡിസ്ചാർജ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഫ്ലോ ഇൻറ്റു വെലോസിറ്റി. ഈ വെലോസിറ്റി ഏത് വെലോസിറ്റി ആയിരിക്കണം? ആവറേജ് വെലോസിറ്റി ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ജനറൽ എക്സ്പ്രഷൻ വേണമെങ്കിൽ എഴുതാം. അതായത് പൈ ആർ സ്ക്വയർ ഇൻറ്റു 1/8 mu minus dou p by dou x into r square, or it is equal to pi r raised to 4/8 mu into minus dou p by dou x. This is the expression for average discharge through circular pipe in laminar flow. Laminar flow le discharge കാണാനുള്ള ഒരു ജനറൽ എക്സ്പ്രഷൻ കൂടിയാണ്, where dou p by dou x is the pressure gradient in the x direction. അതായത് along the flow direction ഓരോ യൂണിറ്റ് ഡിസ്റ്റൻസിലും പ്രഷർ വാരി ചെയ്യുന്നതിന്റെ റേറ്റ് ആണ് ഡോ പി ബൈ ഡോ എക്സ് എന്ന് പറയുന്ന ടേം, വിച്ച് ഇസ് കോൾഡ് പ്രഷർ ഗ്രേഡിയന്റ്. ഇവിടെ നമുക്ക് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്, അല്ലാതെ ആക്ച്വൽ ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫോർമുല മാത്രം മതി. ഇവിടെ കാണുന്നത് എന്താണ്? പൈപ്പിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, സെൻട്രൽ ലൈൻ വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഏരിയ എടുത്തുകൊണ്ട് ഈ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്, നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോകും. അപ്പൊ ഇവിടെ സെൻട്രൽ ലൈൻ വെലോസിറ്റിനെ എന്താക്കി കൺവേർട്ട് ചെയ്യണം? ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. അത് വേണം ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ദെയർഫോർ ഇവിടെ നമുക്ക് പൈപ്പിന്റെ ഡയമീറ്റർ എത്രയാണ്? വിച്ച് ഈസ് 40 millimeter. I think 40 millimeter. Yes, 40 millimeter, and the central line velocity is 1.5 meter per second. Central line velocity is maximum velocity, which is 1.5 meter per second. നമുക്ക് ഡെസിമൽ ആക്കി കഴിഞ്ഞാൽ ഒന്നും കൂടെ എളുപ്പമുണ്ട് കാര്യങ്ങൾ. സോ 3/2 meter per second ഇടാം. അപ്പൊ അത് നമുക്ക് ആവറേജ് വെലോസിറ്റി എത്ര കിട്ടും? ഹാഫ് ഓഫ് മാക്സിമം വെലോസിറ്റി, വിച്ച് ഇസ് ഈക്വൽ ടു 3/4 meter per second. 3/4 meter per second. നമുക്ക് ഇനി ആക്ച്വൽ കാൽക്കുലേഷനിലേക്ക് വരികയാണെങ്കിൽ discharge is equal to area into velocity, which is equal to pi/4 d square into velocity. Okay, this is equal to pi/4 into d square എന്ന് വെച്ചാൽ എത്രയാണ്? 40 into 10⁻³ ആണ് അല്ലെ. 40 into 10⁻³ millimeter എന്ന് മാറ്റി മീറ്ററിലേക്ക് മാറ്റുമ്പോൾ into square into 3/4. Okay, 3/4. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇനി നിങ്ങൾ കംപ്ലീറ്റ് കാൽക്കുലേഷൻ ചെയ്യരുത്, നേരെ ഓപ്ഷനിലേക്ക് ഒരു കണ്ണു വേണം. ഓപ്ഷനിലേക്ക് എല്ലാതും 3π/3π/3π എന്നുള്ള ഫോർമുല. ഓക്കെ, ഇവിടെ നോക്കുമ്പോ ഇവിടെ ഒരു 4 ഉണ്ട്, ഒരു 4 ക്യാൻസൽ ആയി, ഇവിടെയും ഒരു 4 ഉണ്ട്, ആ 4ഉം ക്യാൻസൽ ആയി. 4 സ്ക്വയർ വരുന്നില്ലല്ലോ, അതൊക്കെ ക്യാൻസൽ ആയി പോയി. അപ്പൊ ഇവിടെ ഒരു 100 സ്ക്വയർ into 10⁻⁶. സോ 3π into ഇവിടെ ഉള്ളിൽ എന്ത് വരും? 10 into 10⁻³ അല്ലേ. 10⁻³ അത് എന്തായിട്ട് മാറും? 10⁻² ആയിട്ട് മാറും. അതിന്റെ സ്ക്വയർ ആണ് 10⁻² സ്ക്വയർ ആണ് അവിടെ വരുന്നത്. Therefore, this is equal to what? 3π into 10⁻⁴. അതായത് 3π divided by 10000. Okay, this is your final answer. Okay, 3π by 10,000 meter³ per second is the correct answer. So the next question is, a Francis turbine working at 300 rpm has a unit speed of 50 rpm. What is its effective head under which the turbine can be operated? For any turbine, unit quantities എന്ന് വെച്ചാൽ എന്താണ്? It is the quantities which are measured under unit head. നെറ്റ് ഹെഡ് 1 meter ആക്കി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ യൂണിറ്റ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ അതിന്റെ പെർഫോമൻസുകൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് യൂണിറ്റ് ക്വാണ്ടിറ്റീസ്. മെയിൻ ആയിട്ട് 3 യൂണിറ്റ് ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഒന്ന് യൂണിറ്റ് സ്പീഡ്, പിന്നൊന്ന് യൂണിറ്റ് ഡിസ്ചാർജ്, പിന്നൊന്ന് യൂണിറ്റ് പവർ. യൂണിറ്റ് സ്പീഡ് കാണാനുള്ള ഫോർമുല എന്താണ്? n/√h ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ h ഹെഡിലെ സ്പീഡ് n ആണെങ്കിൽ യൂണിറ്റ് സ്പീഡ് ഈസ് n/√h. ആൻഡ് യൂണിറ്റ് ഡിസ്ചാർജ് ഒരു സിമിലർ ആയിട്ടുള്ള ഫോർമുല തന്നെയാണ്, q/√h. ആൻഡ് യൂണിറ്റ് പവർ എന്ന് പറയുന്നത് p/h⁵2. h ഹെഡിലെ പവർ, ഷാഫ്റ്റ് പവർ ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ബ്രേക്ക് പവർ എന്ന് പറയും. അത് ആണെങ്കിൽ p/h⁵2 ആണ് യൂണിറ്റ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഫ്രാൻസിസ് ടർബൈൻ വർക്കിംഗ് അറ്റ് 300 rpm, അതായത് എന്നുള്ളത് 300 rpm ആണ്. കറസ്പോണ്ടിങ് യൂണിറ്റ് സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 50 rpm. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഹെഡ് എന്നാണ്. അപ്പൊ ഈ 300 rpm കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫക്റ്റീവ് ഹെഡ് ആണ് ഈ നെറ്റ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും ആൻസർ? NU എന്നുള്ളത് 550 ആണ്. 50 is equal to 300 divided by root h. That implies root h is equal to 300 divided by 50, which is equal to 6. Therefore, h is equal to what? 36. അവസാനം സ്ക്വയർ എടുക്കാൻ മറക്കരുത്. 36 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പവർ ഡെവലപ്ഡ് ബൈ എ ജെറ്റ് ഓഫ് വാട്ടർ വിത്ത് എ ഫ്ലോ റേറ്റ് ഓഫ് 40 meter cube per second from a height of 200 meter is power developed by a jet. സോ രണ്ട് ഫോർമുലയാണ് നമുക്ക് ജെറ്റിന്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. രണ്ടും സിമിലർ തന്നെയാണ് കൺസെപ്റ്റ്. അതായത് ഒരു പെൻ സ്റ്റോക്ക് പൈപ്പ് എന്ന് അല്ലെങ്കിൽ ഒരു ലാർജ് പൈപ്പ്, ഈ പൈപ്പിന്റെ എൻഡില് നമുക്ക് ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്ക് ആണ് നമ്മുടെ സോഴ്സ്. ഇതിലൊരു ലാർജ് ഹൈറ്റ് ഉണ്ടായിരിക്കും. സോ പൈപ്പിന്റെ ജസ്റ്റ് എക്സിറ്റിന് മുകളിലായിട്ട് എത്ര ഹെഡ് ഉണ്ട്? ഈ ഹെഡ് ഞാൻ H ആയിട്ട് വിളിക്കുകയാണെങ്കിൽ, സപ്പോസ് Q is the discharge flowing through the pipe. അങ്ങനെയാണെങ്കിൽ that power is equal to rho g QH ആയിരിക്കും. പവർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ പൈപ്പ് അല്ലെങ്കിൽ പവർ ഓഫ് ജെറ്റ് എന്നൊക്കെ പറയുന്നത് rho g QH ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് ഇതൊരു പ്രഷർ എനർജിയാണ്. പ്രഷർ എനർജി എന്ന് വെച്ചാൽ ഈ അത്രയും പവറിൽ വരുന്ന ഒരാള് ഒരു ഫ്ലോ ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ, ഒരു സോളിഡ് സർഫസിൽ ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അതിനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ആ ഓരോ സെക്കൻഡിലും അത് വർക്ക് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ അതിനുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പവർ, അല്ലെ? അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് പ്രഷർ എനർജിയെ ഞാനൊരു നോസിൽ വെച്ചുകൊണ്ട്, ഒരു കൺവെർജിങ് പാസേജ് ആയിട്ടുള്ള നോസിൽ വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൈനറ്റിക് എനർജി ആക്കി മാറ്റി എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതേ പവർ rho g QH ആണ് ഞാൻ ഉള്ളിലേക്ക് കൊടുക്കുന്നത് നോസിലേക്ക്. നോസിൽ അതിനെന്താക്കി മാറ്റും? കംപ്ലീറ്റ് ആയിട്ട് ഒരു കൈനറ്റിക് എനർജി ആക്കി മാറ്റും. അതും ഒരു പവർ തന്നെയാണ്, അല്ലെ? ഓരോ സെക്കൻഡിലും ആ കൈനറ്റിക് എനർജി പുറത്തേക്ക് വരുമ്പോൾ ഒരു പവർ ആണ് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് പവർ, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് കൈനറ്റിക് എനർജി വിച്ച് ഈസ് ഹാഫ് rho a v cube. ഇതാണ് ഫോർമുല. അപ്പൊ നമ്മൾ ഈ പെൽട്ടൺ ടർബൈൻ പോലെയുള്ള ആൾക്കാർക്ക് ഈ ഒരു പവർ ആണ് മെയിൻലി കൊടുക്കുന്നത്. rho g QH എന്നുള്ള പവർ തന്നെ കംപ്ലീറ്റ്ലി കൈനറ്റിക് എനർജിക്ക് മാറ്റിയിട്ട് അതിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് റിയാക്ഷൻ ടർബൈൻ ആണെങ്കിൽ ഇതിന്റെ ഒരു ഗ്രാജുവൽ കൺവേർഷൻ ആണ്. ഗ്രാജുവൽ കൺവേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസിംഗിലൂടെ കടത്തിവിട്ട് ഈ rho g QH എന്ന് പറയുന്ന പ്രഷർ എനർജിയെ ഗ്രാജുവലി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ആ ഗ്രാജുവൽ കൺവേർഷൻ നടക്കുന്നതിനോടൊപ്പം തന്നെ അത് ടർബൈനിന്റെ റണ്ണറിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദർ ഇസ് എ മിക്സ് ഓഫ് പ്രഷർ എനർജി ആൻഡ് കൈനറ്റിക് എനർജിയാണ് ഈ പറഞ്ഞ റിയാക്ഷൻ ടർബൈൻസിലേക്ക് വരുന്നത്. ഫ്രാൻസിസ് ടർബൈൻ, കപ്ലാൻ ടർബൈൻ, പ്രൊപ്പല്ലർ ടർബൈൻ പോലെയുള്ള ആൾക്കാരിൽ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് പവർ ഓഫ് ജെറ്റ് കാണാൻ വേണ്ടി മാത്രമാണ്. ഫ്ലോ റേറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 40 meter cube per second. ഹെഡ് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 200 meter. വാട്ടർ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് റോ അറിയാം, വിച്ച് ഈസ് 1000 kg/m3 സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എടുക്കും. ജിയുടെ വാല്യൂ അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് 10 meter per second സ്ക്വയർ എടുത്ത് നോക്കാം. കാരണം ആൻസേഴ്സ് തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. ജസ്റ്റ് അവർക്ക് ആ ഡെസിമല് മാറ്റി കിട്ടിയാൽ മതി, അല്ലെ? എല്ലാ ആൻസറും ഫൈനലി വേണ്ടത് മെഗാവാട്ടിലാണ്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എങ്ങനെ വരുന്നത് നോക്കാം. സോ P is equal to rho g QH, which is equal to 1000 into G എന്നുള്ളത് ഞാൻ അപ്രോക്സിമേറ്റ് 10 ആയിട്ട് എടുക്കുകയാണ്. വാട്ട് ഈസ് Q? 40 and 200. സോ 40 into 200. ഇത്രയും വാട്ട് ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ഇതിനെ 10⁶ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഗാവാട്ടിൽ കിട്ടും. ഡയറക്റ്റ് ആയിട്ട് ആൻസർ മെഗാവാട്ടിൽ കിട്ടും. അപ്പൊ മുകളിലെ ആൻസർ നോക്കുമ്പോൾ അറൌണ്ട് 8 ആണ് വരുന്നത്. 8 അങ്ങനെ തന്നെ എഴുതി. ബാക്കി എന്താ ഉള്ളത്? 10�3, 10, 10⁴ ആയി, 10⁵, 10�7. So 8 into 10�7 divided by 10⁶ megawatt എന്ന് വരും, which is equal to 80 megawatt. 80 megawatt. Approximately ഈ ഒരു ആൻസർ ആണ് നമുക്ക് വരേണ്ടത്. So the answer will be around what? 78.48 megawatt ആയിരിക്കും നിങ്ങളുടെ ആൻസർ. Next question. A pitted static tube with a coefficient of 0.98 is used to measure the velocity of water in a pipe. The stagnation pressure recorded is 3 meter and the static pressure is 0.5 meter. What is the velocity of flow? Direct ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. Pitted static tube is a special type of pitted tube. Sometimes അതിനെ ഒരു പ്രാൻഡിൽ pitted tube എന്നും പറയാറുണ്ട്. പ്രാൻഡിൽ pitted tube. ഇവർ രണ്ടുപേരും ഓൾമോസ്റ്റ് സെയിം സ്ട്രക്ചർ തന്നെയാണ്. അപ്പൊ സാധാരണ ഒരു pitted tube എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലോക്കൽ വെലോസിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് pitted tube എന്ന് പറയുന്നത്. അതായത് ഒരു 90 ഡിഗ്രി ബെൻഡ് ട്യൂബ്. ഇതാണ് അതിന്റെ ബേസിക് സ്ട്രക്ചർ. 90 ഡിഗ്രി ബെൻഡ് ട്യൂബ്. ഈ ഓപ്പണിംഗ് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ഫേസ് ദ ഫ്ലോ. ഫ്ലോക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരിക്കണം അത് നിൽക്കേണ്ടത്. അപ്പൊ വൺസ് ഇതിലേക്ക് ഫ്ലോ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഫ്ലൂയിഡിന്റെ കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഫ്ലൂയിഡ്
നേരെ ഇവിടെ പോയി ഇടിച്ച് നിൽക്കും. ആ നിൽക്കുമ്പോൾ ഇവിടെ ഒരു സ്റ്റാഗ്നേഷൻ പോയിന്റ് ജനറേറ്റ് ചെയ്യും അല്ലെ. വൺസ് ഒരു കോളം ഓഫ് ഫ്ലൂയിഡ് ഇവിടെ ജനറേറ്റ് ചെയ്ത് ഫില്ലായിട്ട് വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഫ്ലൂയിഡിനെ ആ ഒരു തള്ളു കാരണമാണ് ആ കോളം അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തത്. ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ ആ കോളത്തിന്റെ ബോട്ടത്തിലെ പ്രഷർ അല്ലെ, ഒരു കോളം ഓഫ് ഫ്ലൂയിഡ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ബോട്ടത്തിലെ പ്രഷർ ഇൻക്രീസ് ചെയ്ത് വരും. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഒഴുകി വരുന്ന ഫ്ലൂയിഡ് ഇവിടെ വന്ന് ഇടിക്കുമ്പോൾ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ട് പ്രഷറുകളാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ഒന്ന് ഇവിടുന്ന് ഒരു ശക്തിയിൽ വരുന്ന ഫ്ലൂയിഡ് വന്ന് ഇടിച്ച് നിൽക്കുന്നുണ്ട്. ആ നിൽക്കുമ്പോൾ ഒരു സ്റ്റാഗ്നേഷൻ പോയിന്റ് ജനറേറ്റ് ചെയ്യും. സ്റ്റാഗ്നേഷൻ പോയിന്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഓൾറെഡി ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി കൂടെ ഈക്വാലന്റ് ആയിട്ടുള്ള ഒരു പ്രഷർ ആയിട്ട് മാറും. അപ്പൊ ഓൾറെഡി വരുന്ന ഫ്ലൂയിഡിന്റെ ഒരു സ്റ്റാറ്റിക് പ്രഷർ പ്ലസ് v²/2g. ഓക്കെ, ഈ രണ്ട് ഹെഡുകൾ അതുപോലെ ഈ കോളം ഓഫ് ഫ്ലൂയിഡ് ഡെവലപ്പ് ചെയ്യുന്ന ഹെഡ് ഇത് രണ്ടിനും ഈക്വൽ ആയിട്ട് മാറുമ്പോൾ അത് ഒരു ബാലൻസ്ഡ് കോളം ഓഫ് ഫ്ലൂയിഡ് ആയിട്ട് സ്റ്റാറ്റിക് പൊസിഷനിൽ അങ്ങനെ നിൽക്കും, സ്റ്റേബിൾ ആയിട്ട് മാറും. ദിസ് ഹെഡ് ഈസ് കോൾഡ് സ്റ്റാഗ്നേഷൻ ഹെഡ്. സോ സ്റ്റാഗ്നേഷൻ ഹെഡ് ഈസ് നത്തിങ് ബട്ട് ഇസ് ദ സം ഓഫ് സ്റ്റാറ്റിക് ഹെഡ് ആൻഡ് ഡൈനാമിക് ഹെഡ്. എനിവേ, ഇവിടെ പിറ്ററ്റ് ട്യൂബിൽ നമുക്ക് ഈ ഹെഡ് ആണ് മെഷർ ചെയ്യുള്ളൂ. പിറ്ററ്റ് ട്യൂബ് ഈസ് യൂസ്ഡ് ടു മെഷർ സ്റ്റാഗ്നേഷൻ ഹെഡ്. സ്റ്റാഗ്നേഷൻ ഹെഡിന്റെ കൂടെ സ്റ്റാഗ്നേഷൻ ഹെഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല. എനിക്ക് ഇയാളെ സബ്ട്രാക്ട് ചെയ്യണം, അതായത് സ്റ്റാറ്റിക് ഹെഡ് സബ്ട്രാക്ട് ചെയ്യണം. അതായത് സ്റ്റാറ്റിക് ഹെഡ് മെഷർ ചെയ്യാനുള്ള വേറൊരു ഇൻസ്ട്രുമെന്റും കൂടെ കപ്പിൾഡ് ആയിരിക്കും എപ്പോഴും ഈ പിറ്ററ്റ് ട്യൂബിൽ. അത് മെഷർ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ മാനോമീറ്റേഴ്സ് ഉണ്ട് അല്ലെ. മാനോമീറ്റേഴ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഗേജസ്, അതായത് നമ്മൾ മാനോമീറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോ പിറ്ററ്റ് ട്യൂബ് ന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ അത് ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വയം ഒരു സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ രണ്ട് ഇൻസ്ട്രുമെന്റും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഈ ഒരു പിറ്ററ്റ് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറയുന്നത്. അതായത് പിറ്ററ്റ് ട്യൂബും ഒരു സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഫോമാണെന്ത് പിറ്ററ്റ് സ്റ്റാറ്റിക് ട്യൂബ് അല്ലെങ്കിൽ പ്രാൻഡിൽ പിറ്ററ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ. ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പിറ്ററ്റ് ട്യൂബ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫ്ലോക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ത് അതിന്റെ ഓപ്പണിംഗ്. ഇത്തരം ഇൻസ്ട്രുമെന്റ്സ് ആണ് സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യാം. വെൻ ദ ഓപ്പണിംഗ് ഓഫ് എൻ ഇൻസ്ട്രുമെന്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഫ്ലോ, ആ ഫ്ലോ റിസീവ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ദാറ്റ് വിൽ മെഷർ ദ സ്റ്റാഗ്നേഷൻ പ്രഷർ. ഇനി നമ്മൾ സാധാരണ മാനോമീറ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ ഒരു പീസോമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, ഒരു സിമ്പിൾ ഒരു പൈപ്പ് ലൈൻ കണക്ട് ചെയ്യും. ഇതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഫ്ലോക്ക് പാരലൽ ആണ് അല്ലെ. ഓപ്പണിംഗ് ഈസ് പാരലൽ ടു ദ ഫ്ലോ. ഇറ്റ് മെഷേഴ്സ് ഓൾവേസ് സ്റ്റാറ്റിക് പ്രഷർ. ഇത് മെഷർ ചെയ്യുന്ന എപ്പോഴും സ്റ്റാറ്റിക് പ്രഷർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ ഈ രണ്ട് എന്താ പറയാ കൺസെപ്റ്റും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ രണ്ട് ട്യൂബുകൾ ഉണ്ട്. ഒരു ഹോളോ ട്യൂബ് ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് കാണാം. ഒരു ഔട്ടർ ട്യൂബ് ഉണ്ട്, ഒരു ഇന്നർ ട്യൂബ് ഉണ്ട്. ഇന്നർ ട്യൂബിന്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് അതിന്റെ ഓപ്പണിംഗ് ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അത് ഓപ്പണിംഗ് പെർപെൻഡിക്കുലർ ടു ദ ഫ്ലോ ആയതുകൊണ്ട് ഇറ്റ് വിൽ ആക്ട് ആസ് എ പിറ്ററ്റ് ട്യൂബ്. അത് സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യുന്ന ആളാണ്. ഇനി ഇതിന്റെ ഔട്ടർ ട്യൂബിന്റെ സർഫസിൽ കുറെ ഓപ്പണിങ്സ് കാണാം. ഇറ്റ് ഈസ് പാരലൽ ടു ദ ഫ്ലോ. ഫ്ലോക്ക് പാരലൽ ആണ്, അതുകൊണ്ട് ഇറ്റ് വിൽ മെഷർ സ്റ്റാറ്റിക് പ്രഷർ. ഔട്ടർ ട്യൂബ് ആക്ട്സ് ആസ് എ സ്റ്റാറ്റിക് പ്രഷർ ട്യൂബ്, ഇന്നർ ട്യൂബ് ആക്ട്സ് ആസ് എ പിറ്ററ്റ് ട്യൂബ് ഓർ സ്റ്റാഗ്നേഷൻ പ്രഷർ ട്യൂബ്. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ഇതൊരു ഗ്ലാസ് ട്യൂബ് ആണെങ്കിൽ നമുക്ക് രണ്ടിന്റെയും ഉള്ളിലെ വാട്ടർ ലെവൽ ഇവിടെ കാണാലോ. ആ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് അപ്പ് എന്തായിരിക്കും, സ്റ്റാഗ്നേഷൻ പ്രഷർ മൈനസ് സ്റ്റാറ്റിക് പ്രഷർ ആയിരിക്കും, വിച്ച് ഈസ് നത്തിങ് ബട്ട് v²/2g. ഡൈനാമിക് പ്രഷർ ഹെഡ്, ഡൈനാമിക് ഹെഡ് ആണത്. ഓക്കെ, വെലോസിറ്റി ഹെഡ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അതിൽ നിന്നാണ് നമ്മൾ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നത്, √2g ഇൻറ്റു h സ്റ്റാഗ്നേഷൻ മൈനസ് h സ്റ്റാറ്റിക് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്ന വെലോസിറ്റി പ്രാക്ടിക്കലി കിട്ടുന്ന വെലോസിറ്റിയേക്കാൾ സ്ലൈറ്റ്ലി കൂടുതലായിരിക്കും. കാരണം ഇവിടെ ആക്ച്വലി ഈ ഒരു എനർജി കൺവേർഷൻ ഒക്കെ നടക്കുമ്പോൾ ചെറിയ തോതിലുള്ള ഒരു ലോസുകളൊക്കെ ഉണ്ട്. ഇതിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ഫ്രിക്ഷണൽ ലോസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഇടിക്കുന്ന ചെറിയൊരു ടർബുലൻസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ലോസുകൾ, മൈനർ ലോസ് ആയിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ ചെറിയൊരു വ്യത്യാസം ഈ വെലോസിറ്റി എന്ന് കാണിക്കും. ഈ വെലോസിറ്റി നമ്മൾ തിയറട്ടിക്കൽ വെലോസിറ്റി എന്നാണ് വിളിക്കുക. ആക്ച്വൽ വെലോസിറ്റി സ്ലൈറ്റ്ലി ലെസ് ദാൻ തിയറട്ടിക്കൽ വെലോസിറ്റി ആൻഡ് ദറ്റ് റേഷ്യോ ഈസ് കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി. Actual velocity by theoretical velocity is called coefficient of velocity. Sometimes it is called a pitot tube coefficient. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി, ആക്ച്വൽ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് CV ഇൻറ്റു √2g ഇൻറ്റു h സ്റ്റാഗ്നേഷൻ മൈനസ് h സ്റ്റാറ്റിക്, ഇതാണ് വേണ്ടത്. ഓക്കെ, ഇതിൽ CV എന്നാണ്. CV എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്, കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട് 0.98. സ്റ്റാഗ്നേഷൻ പ്രഷർ 3 മീറ്റർ ആണ്, സ്റ്റാറ്റിക് പ്രഷർ 0.5 മീറ്റർ ആണ്. Therefore നമുക്ക് ആൻസർ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ആക്ച്വൽ വെലോസിറ്റി V actual is equal to 0.98 into square root of 2 into approximate ആയിട്ട് 10 ആയിട്ട് എടുക്കാം into 3 minus 0.5.
ഇത് എന്ത് വരും? 0.98 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 20 ഇൻറ്റു 2.5. 20 ഇൻറ്റു 2.5 ഈസ് അപ്രോക്സിമേറ്റ്ലി 50. അപ്രോക്സിമേറ്റ്ലി അല്ല, ഇറ്റ്സ് എക്സാക്ട്ലി 50. അപ്പൊ അപ്രോക്സിമേറ്റ് ആൻസർ നമ്മുടെ 50ക്ക് അടുത്താണ് കിടക്കേണ്ടത്. സോ 0.98 ഇൻറ്റു റൂട്ട് 50. റൂട്ട് 49 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് 7. 7 ഇൻറ്റു 0.98 അപ്രോക്സിമേറ്റ്ലി 7ന്റെ അവിടെയാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. അപ്പൊ അതിന് ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും ആൻസർ ഉണ്ടോ നോക്കാം. സോ ദ ആൻസർ ഈസ് 6.8 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. 6.8 ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പമ്പിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് NPSH, അതായത് നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ്. ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ പമ്പ് ഇൻസ്റ്റാളേഷൻ ദ ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് 9.8 മീറ്റർ ഓഫ് വാട്ടർ. വേപ്പർ പ്രഷർ ഹെഡ് ഈസ് 0.4. അബ്സല്യൂട്ട് height of pump above the sump level is 5 meter. For a head loss in the suction side of 0.6 meter, the NPSH is. Okay, NPSH ഒരു സ്റ്റാൻഡേർഡ് പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പമ്പിന്റെ ഒരു ഇൻസ്റ്റാളേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ പമ്പ്. ഇവിടെ ഒരു സമ്പ് ലെവൽ ഉണ്ടായിരിക്കും, ഇവിടെയാണ് പമ്പ് ഉള്ളത്. ഇവിടെ ഒരു ഡിസ്ചാർജ് ലെവലും ഉണ്ട്. അപ്പൊ ഈ പമ്പിന്റെ ഈ ഒരു സെൻട്രൽ ലൈൻ, അതായത് ഐ ലെവൽ എന്ന് പറയും, പമ്പിന്റെ സെൻട്രൽ ലൈൻ ഐ ലെവൽ. ആ ഐ ലെവലിൽ നിന്ന് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് നിങ്ങൾ സമ്പിലെ വാട്ടർ ലെവൽ വരെ മെഷർ ചെയ്യുന്നതാണ് സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. അത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം, എന്നാലല്ലേ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് തള്ളി മുകളിലേക്ക് അതിനെ കയറ്റാൻ പറ്റുള്ളൂ. ദെൻ വൺസ് ഐ ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെലിവറി പോയിന്റ് വരെയുള്ള വെർട്ടിക്കൽ ഹൈറ്റിനാണ് ഡിസ്ചാർജ് ഹെഡ് എന്ന് പറയുന്നത്. ഡിസ്ചാർജ് ഹെഡ്. ഓക്കെ, അപ്പൊ പമ്പിലുള്ള ഒരു ടോട്ടൽ ഹെഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഹെഡ് ആണെന്ത് ഈ HD പ്ലസ് HS രണ്ടും കൂടെ സമ്മിനെ വിളിക്കുന്നവരാണ് ടോട്ടൽ ഹെഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഹെഡ് ഇൻ ദ പമ്പ്. ഇനി നെക്സ്റ്റ് മനസ്സിലാക്കുക, ഈ പമ്പിലെ ഈ സർഫസിൽ കൂടെ, അതായത് ഈ സക്ഷൻ പൈപ്പിലൂടെയും ഡിസ്ചാർജ് പൈപ്പിലൂടെ ഒക്കെ പോകുമ്പോൾ അതിന് ഫ്രിക്ഷണൽ ലോസുകൾ ഉണ്ടായിരിക്കും. HFS ആൻഡ് HFD. Okay, this is HFS and HFD are the frictional losses in suction and discharge pipe. അതുപോലെ തന്നെ ഡെലിവറി ലെവലില് VD²/2G എന്ന് പറയുന്ന ഒരു ഡെലിവറി ഹെഡ് ഉണ്ടായിരിക്കും. സക്ഷൻ സൈഡിൽ VS²/2G എന്ന് പറയുന്ന ഒരു സക്ഷൻ വെലോസിറ്റി ഹെഡും കൂടി ഉണ്ടായിരിക്കും. ഇത്രയും ഹെഡുകളാണ് ടോട്ടലി ഒരു പമ്പിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഒരു സക്ഷൻ സൈഡ് ആണ്, അതായത് വാക്വം സൈഡ് ആണ്. നെഗറ്റീവ് പ്രഷർ ഉള്ള ഒരു ഭാഗമാണെന്ത് സക്ഷൻ സൈഡ്. ഡിസ്ചാർജ് സൈഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് സൈഡ് ആയിരിക്കണം. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ ലാർജർ ഹെഡ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും വെളിയിലേക്ക് കിട്ടുള്ളൂ. സോ വാട്ട് ഈസ് മീൻ ബൈ ദിസ് NPSH? വേപ്പർ പ്രഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ് അറിയാലോ. രണ്ട് കൺസെപ്റ്റുകൾ അറിയണം. വേപ്പർ പ്രഷർ അതിൽ ഒരു കൺസെപ്റ്റ് വേപ്പർ പ്രഷറിന്റെ കൺസെപ്റ്റ് ആണ്. വേപ്പർ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡിന്റെ പ്രഷർ, മുകളിലുള്ള വേപ്പർ അതിന് വേപ്പർ പ്രഷറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ബോയിൽ ചെയ്ത് തുടങ്ങും. ബോയിൽ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അവിടെ കാവിറ്റേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ സ്റ്റാർട്ട് ചെയ്യും. അത് പമ്പിന്റെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ അപ്പൊ ഒരു വളരെ ലോ പ്രഷറാണ് ഈ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പമ്പിനെ ആ പമ്പിങ് ആക്ഷൻ തടസ്സപ്പെടും, അതിന്റെ എഫിഷ്യൻസി കുറയും, അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സ് വൈബ്രേഷൻ ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന കാണാം. അപ്പൊ കാവിറ്റേഷൻ നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അതായത് പമ്പിന്റെ സക്ഷൻ സൈഡിലെ പ്രഷർ വേപ്പർ പ്രഷറിന് താഴെ പോകാനായിട്ട് പാടില്ല, അതിനടുത്ത് പോലും എത്താൻ പാടില്ല. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇനി നമുക്ക് അബ്സല്യൂട്ട് പ്രഷർ, ഗേജ് പ്രഷർ എന്നുള്ള കൺസെപ്റ്റ് അറിയാലോ. അബ്സല്യൂട്ട് പ്രഷർ എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് സീറോ, പെർഫെക്റ്റ് വാക്വം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രഷറിനെയാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ എനി പ്രഷർ മെഷേർഡ് വിത്ത് റെസ്പെക്ട് അബ്സല്യൂട്ട് സീറോ ഈസ് കോൾഡ് അബ്സല്യൂട്ട് പ്രഷർ. അത് എപ്പോഴും ഒരു പോസിറ്റീവ് ടൈം ആയിരിക്കും. ഇനി ഗേജ് പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഏത് പ്രഷർ? ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ പറയുന്നതാണെന്ത് ഈ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ സക്ഷൻ സൈഡിലെ ഗേജ് പ്രഷർ നെഗറ്റീവ് ആയിരിക്കും, അതിനാണ് നമ്മൾ വാക്വം പ്രഷർ എന്ന് പറയുന്നത്. ഡിസ്ചാർജ് സൈഡിൽ ഈ ഗേജ് പ്രഷർ പോസിറ്റീവ് ആയിരിക്കും, അതുകൊണ്ട് നമ്മൾ അതിനെ പോസിറ്റീവ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ NPSH നോക്കാം. NPSH എന്നുള്ളതിന്റെ ഡെഫിനേഷൻ എന്താണ് വരുന്നത്? NPSH എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് പ്രഷർ ഹെഡ് അറ്റ് സക്ഷൻ സൈഡ്, ഞാൻ HS എന്ന് കൊടുക്കുകയാണ്, മൈനസ് വേപ്പർ പ്രഷർ ഹെഡ് ഇൻ അബ്സല്യൂട്ട് ടേംസ് പ്ലസ് VS²/2G പ്ലസ് VS²/2G. ഇനി എന്തെങ്കിലും ലോസുകൾ അവർ സക്ഷൻ സൈഡിൽ തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇവിടെ സബ്ട്രാക്ട് ചെയ്യണം, HF. ഓക്കെ, HFS. അതായത് ഈ NPSH എന്ന് പറയുന്നത് സക്ഷൻ സൈഡിൽ മാത്രം ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യം. നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ് ആണെന്ന് NPSH. എന്താണ് ഇത് ഫിസിക്കലി മീൻ ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറയാം. അതായത് ഒരു പമ്പില് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഗ്രാഫ് പോലെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും മിനിമം പോസിബിൾ പ്രഷർ ഇൻ ദ യൂണിവേഴ്സ് വിച്ച് ഈസ് അബ്സല്യൂട്ട് സീറോ. ഇതിന് താഴെ ഒരു റേഞ്ചും പോസിബിൾ അല്ല. ഇറ്റ് ഈസ് ഓൾവേസ് എബവ് ദിസ് റേഞ്ച്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ മാർക്ക് ചെയ്യാം. ദിസ് ഈസ് ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ.
ഇനി വേപ്പർ പ്രഷറിനെ മാർക്ക് ചെയ്യുമ്പോൾ ഏകദേശം 0.4 ഒക്കെ അല്ലേ ഉള്ളൂ. ദിസ് ഇസ് എ വേപ്പർ പ്രഷർ. ഇനി സക്ഷൻ സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ താഴെ ആയിരിക്കണ്ടേ. ഇവിടെ ഒരു ലെവൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് യുവർ സക്ഷൻ പ്രഷർ സൈഡ്. ഓക്കെ, ഇതിന്ന് വീണ്ടും കുറയുന്നത് ഈ പറഞ്ഞ ലോസുകൾ. ഇപ്പൊ ഇത്ര ഇവിടെ നിൽക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഈ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഞാനൊരു ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. അത് അബ്സല്യൂട്ട് സീറോ എന്നുള്ള ഞാൻ 0 ലെവലായിട്ട് എടുക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നിട്ടുണ്ടല്ലോ, എത്രയാണ് ഏകദേശം തന്നിരിക്കുന്നത്? 9.8 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. വേപ്പർ പ്രഷർ എന്നുള്ളത് എത്രയാണ് തന്നിരിക്കുന്നത്? 0.4 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. അത് അബ്സല്യൂട്ട് ടേംസ് ആണ്. എല്ലാതും ഞാനിപ്പോ അബ്സല്യൂട്ട് സീറോ എന്ന് മെഷർ ചെയ്യണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം സക്ഷൻ പ്രഷർ ആണ്. സക്ഷൻ പ്രഷർ നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 5 മീറ്റർ ആണ്. എബോവ് സമ്പ് ലെവൽ 5 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ആള് ആ സക്ഷൻ സൈഡ് ഞാൻ കാണിക്കാം. സക്ഷൻ സൈഡ് കാണിക്കുമ്പോൾ ഇവിടെയുള്ള അറ്റ്മോസ്ഫിയർ ആണ് അതിനെ പിടിച്ചെന്ത് ചെയ്യുന്നത്? മുകളിലേക്ക് തള്ളി കയറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അറ്റ്മോസ്ഫിയറിനേക്കാൾ എത്ര കുറവാണെന്നുള്ളതാണ് ഈ ഹൈറ്റ് കാണിക്കുന്നത്. ഓക്കെ, HS എന്ന് പറയുന്ന ഹൈറ്റ് കാണിക്കുന്നത് സക്ഷൻ സൈഡിലെ പ്രഷർ ഹെഡ് അറ്റ്മോസ്ഫിയറിനേക്കാൾ എത്ര കുറവാണെന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ അറ്റ്മോസ്ഫിയറിന് അത്രയും തള്ളി കയറ്റാൻ പറ്റുന്നത്. ദെയർഫോർ ഈ ഹൈറ്റ് മെഷർ ചെയ്യേണ്ടത് ഇങ്ങോട്ടേക്കാണ്. ഇപ്പൊ ഞാനൊരു കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചു കഴിഞ്ഞാല് കുറച്ചും കൂടെ താഴെ കാണിക്കാം. 5 മീറ്റർ എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ അബ്സല്യൂട്ട് ടേംസിലല്ല. അബ്സല്യൂട്ട് ആണെങ്കിൽ അവർ പ്രത്യേകം എടുത്ത് പറയും. അബ്സല്യൂട്ട് ആണെങ്കിൽ അബ്സല്യൂട്ട് എന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ജസ്റ്റ് സക്ഷൻ ഹെഡ് ഇത്ര എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് എവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യണം? അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് അത് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് ഇഫക്റ്റീവ്ലി സംഭവിച്ചത്. ഇനി ഇതിന്റെ കൂടെ ഒരു ലോസും കൂടെ വരികയാണ്. അതായത് ഒരു 0.6 മീറ്ററിന്റെ ലോസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഒരു 0.6 മീറ്റർ ഫർദർ അത് റെഡ്യൂസ് ആവും. ലോസ് എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക. എനർജി ലോസ് എന്നുള്ളത് പ്രഷർ ലോസ് ആണ് ആക്ച്വലി വരുന്നത്. പ്രഷറിൽ ഒന്നും കൂടെ റിഡക്ഷൻ വരുത്താണ് ചെയ്യുന്നത് ലോസുകൾ. അതുകൊണ്ട് ഫർദർ താഴേക്ക് നിങ്ങൾ മാർക്ക് ചെയ്യണം ലോസുകൾ വരുന്നത്. ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്ത് കണ്ടോ? ഈ വേപ്പർ പ്രഷറും ഇവരും തമ്മിലൊരു ഗ്യാപ്പ് ഫോം ചെയ്ത് കണ്ടോ? ഈ ഗ്യാപ്പിനെയാണ് നിങ്ങൾ എന്ത് പറയുന്നത്? NPSH എന്ന് പറയുന്നത്. NPSH. ഓക്കെ, അപ്പൊ പല രീതിയിൽ ഞാൻ കാണിക്കാം. ഇതിൽ നമ്മളെ പ്രോബ്ലത്തിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ ആദ്യം കൊണ്ട് പറയാണ്. ആദ്യം എന്ത് വരയ്ക്കാം? അബ്സല്യൂട്ട് സീറോ വരയ്ക്കാം. നമുക്ക് തന്നിരിക്കുന്ന അവിടുന്ന് ഏകദേശം ഒരു ലോക്കൽ പ്രഷറും ആദ്യം മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അത് കിട്ടി. അതാണ് റെഫറൻസ്. ഇനി എല്ലാ കാര്യങ്ങളും അതിന്റെ ഉള്ളിലായിരിക്കും. ഈ 2 റീജന്റെ ഉള്ളിലായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും വരിക. ആദ്യം നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം? വേപ്പർ പ്രഷർ മാർക്ക് ചെയ്യുക. വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, ഒരു 0.4 ഒക്കെ ഉള്ളൂ. അപ്പൊ അബ്സല്യൂട്ടിൽ നിന്ന് അത് 0.4 മാർക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്താണ്? സക്ഷൻ സൈഡിലെ പ്രഷർ അത് മാർക്ക് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് അബ്സല്യൂട്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അത് താഴെ നിന്ന് മെഷർ ചെയ്യുന്ന രീതിയിൽ മാർക്ക് ചെയ്യണം. വെറുതെ സക്ഷൻ ഹെഡ് ഈസ് അല്ലെങ്കിൽ സമ്പ് ലെവൽ ഇത്ര ഡെപ്തിലാണെന്നൊക്കെ പറഞ്ഞാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യണം 5 മീറ്റർ. ഇനി അതിന്റെ കൂടെ ഒരു ലോക്കൽ പ്രഷർ ഒരു ലോസും കൂടെ വരികയാണ്. ലോസ് എപ്പോഴും ഫർദർ പ്രഷർ ഒന്നും കൂടെ കുറയ്ക്കും. കാരണം എന്താ? പ്രഷർ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇത് ഫ്രിക്ഷനെ ഓവർകം ചെയ്യുന്നത്. അപ്പോ ഫ്രിക്ഷൻ കാരണം പ്രഷർ ഫർദർ കുറച്ചും കൂടെ ഡൗൺ ആവുകയാണ് ചെയ്യുക. അതുകൊണ്ട് താഴേക്ക് മാർക്ക് ചെയ്ത് ഒരു 0.6 മീറ്റർ. അപ്പോ ഈ ലെവല് ഇപ്പൊ മാർക്ക് ചെയ്യുന്ന ഈ ഒരു ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? HS പ്ലസ് HFS അല്ലേ? HS പ്ലസ് ഫ്രിക്ഷണൽ ലോസ് ആൻഡ് സക്ഷൻ സൈഡ്. ഇതാണ് ഇഫക്റ്റീവ് ഹെഡ്. ഇനി ഈ ഒരു ലെവല് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ലെവലും ഈ വേപ്പർ പ്രഷറും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ് NPSH എന്ന് പറയുന്നത്. എന്താണ് ആ ഗ്യാപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ ഒരു ഇഫക്റ്റീവ് ലെവല്, അതായത് ഈ സക്ഷൻ സൈഡിലെ ഈ ടോട്ടൽ ലെവല് നമുക്ക് ആ പ്രഷർ സൈഡ് കിട്ടുന്നത് എപ്പോഴാണോ ഈ വേപ്പർ പ്രഷറിലേക്ക് താഴെ പോകുന്നത്. താഴെ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? അവിടെ കാവിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. കാവിറ്റേഷൻ റീജിയണിലേക്ക് ഒരിക്കലും നമ്മളെ പമ്പ് റൺ ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഇതൊരു ഡേഞ്ചർ സോൺ ആണ്. ദിസ് ഇസ് എ ഡേഞ്ചർ സോൺ. ഇങ്ങോട്ടേക്ക് പമ്പിന്റെ ഡിസൈനിൽ ഒരിക്കലും അതിന്റെ പ്രഷർ, സക്ഷൻ സൈഡിലെ പ്രഷർ താഴാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഈ സക്ഷൻ വെലോസിറ്റി ഹെഡിനെ പറ്റി ഒന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല പ്രോബ്ലത്തിൽ. പക്ഷെ അതും ചോദിക്കുന്ന പ്രോബ്ലംസ് ഉണ്ട്. BS എന്ന് പറയുന്ന ആ ഒരു ടേം സക്ഷൻ സൈഡിലെ വെലോസിറ്റി ഹെഡ് എന്നോ അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് ഏതൊരു ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെങ്ങനെ ഈ ഫിഗറിൽ എങ്ങനെ നമുക്ക് അതിനെ മാർക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. ഒരിക്കലും വെലോസിറ്റി ഹെഡ് നെഗറ്റീവ് ആകില്ല. വെലോസിറ്റി ഹെഡ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ടേം അല്ലെ? വെലോസിറ്റി ഹെഡ് എപ്പോഴും ഒരു പോസിറ്റീവ് ടേം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്, സബ്ട്രാക്ട് ചെയ്യില്ല. ഓക്കെ, അതായത് പ്രഷർ എനർജിയുടെ കൂടെ അത് ആഡ് ചെയ്യാണ് ചെയ്യാം. ആഡ് ചെയ്യുന്ന പോസിറ്റീവ് ടേംസുകളൊക്കെ നമ്മൾ മുകളിലേക്ക് ആഡ് ചെയ്യണം. നേരത്തെ നമ്മൾ എന്തുകൊണ്ടാണ് ഫ്രിക്ഷൻ ലോസ് താഴേക്ക് ആഡ് ചെയ്തത്?
അത് ഫർദർ പ്രഷർ കുറയ്ക്കുന്ന ആളാണ്. ഇവിടെ VS²/2g എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ടേമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ലെവലിൽ നിന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതൊരു 2 മീറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. 2 മീറ്റർ ആണ് വെലോസിറ്റി ഹെഡെങ്കിൽ ഈ 2 മീറ്റർ മുകളിലേക്ക് എടുക്കണം, എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യണം ലെവല്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ലാർജർ റേഞ്ച് കിട്ടി. ഇതായിരിക്കും നിങ്ങളുടെ NPSH. ഐഡിയ മനസ്സിലായോ? NPSH മാർക്ക് ചെയ്യേണ്ട രീതി മനസ്സിലായോ? അപ്പൊ വെലോസിറ്റി ഹെഡ് തന്നിട്ടില്ല, നിങ്ങൾക്ക് ലോസ് ആണ് തന്നിരിക്കുന്നത്. ഫ്രിക്ഷണൽ ലോസുകളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് താഴേക്ക് 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 തന്നെ മാർക്ക് ചെയ്ത് പോകണം. ഓക്കെ, ഇനി വെലോസിറ്റി ഹെഡുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും മുകളിലേക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ ഫർദർ നമുക്കൊരു ലൈൻ കിട്ടി. ആ ലാസ്റ്റ് ആയിട്ട് കിട്ടുന്ന ലൈനിൽ നിന്ന് എത്ര താഴെയാണ് ഈ പേപ്പർ പ്രഷർ വരുന്നത്, ദിസ് ഗ്യാപ്പ് ഈസ് കോൾഡ് NPSH. അപ്പൊ ഇങ്ങനെ വരച്ച് നോക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാ വരുന്നത് നോക്കൂ. ഈ പ്രോബ്ലത്തിലേക്ക് റെലവെന്റ് ആയിട്ടുള്ള കാര്യം ഇതേ ഉള്ളൂ. അബ്സല്യൂട്ട് 0 മാർക്ക് ചെയ്തു, 9.8 മീറ്റർ ഹൈറ്റില് അറ്റ്മോസ്ഫറിക് പ്രഷർ മാർക്ക് ചെയ്തു. ദിസ് ഇസ് യുവർ അറ്റ്മോസ്ഫറിക് പ്രഷർ. Therefore this height is 9.8 meter. Then vapor pressure 0.4 meter ആണ്. This is 0.4 meter. This is a vapor pressure. Absolute terms മാർക്ക് ചെയ്തു. Then suction സൈഡിലെ പ്രഷർ മാർക്ക് ചെയ്യുക, അത് താഴേക്ക് മാർക്ക് ചെയ്യണം. This is suction pressure. ഇത് എത്രയാണ് ഈ ഹൈറ്റ് തന്നിരിക്കുന്നത്, which is 5 meter. ഇനി അതിന്റെ കൂടെ ഫർദർ കുറച്ചും കൂടെ ലെവൽ പ്രഷർ കുറയ്ക്കുന്ന ആളാണ് സെക്ഷൻ സൈഡിലെ ലോസ്, വിച്ച് ഇസ് 0.6 മീറ്റർ ലോസ് ആണ് അവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാപ്പ് കണ്ടുപിടിച്ചതായിരിക്കും നിങ്ങളുടെ ആൻസർ NPSH. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം? സോ ടോട്ടൽ ഇതിൽ നിന്ന് ഈ ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? ദിസ് ഇസ് 5 പ്ലസ് 0.6 വിച്ച് ഇസ് 5.6 മീറ്റർ. സോ ഈ ക്വസ്റ്റിന്റെ റെലവെന്റ് ആയിട്ടുള്ള ലെവൽസ് നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാം. അതില് നമുക്ക് വേണ്ടത് ഈ NPSH ആണ്. സോ NPSH ഇസ് ഈക്വൽ ടു വാട്ട്? ടോട്ടൽ ഹൈറ്റ് 9.8ൽ നിന്ന് ഈ ഒരു ടോട്ടൽ ഹൈറ്റും അതുപോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസും സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ 9.8 മൈനസ് 5.6 മൈനസ് 0.6 മൈനസ് 0.4. സോ യു വിൽ ഗെറ്റ് ആസ് 3.8 മീറ്റർ ഓഫ് വാട്ടർ എന്നാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ആൻസർ ഇസ് 3.8. അപ്പൊ ഇങ്ങനെ വരച്ച് നോക്കി ചെയ്യുന്നതാണ് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടിരിക്കുക. സോ 3.8 മീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ NPSH ഉദ്ദേശിക്കുന്നത് ഒരു സേഫ് മാർജിൻ ആണ്. ഒരു പമ്പ് റണ്ണ് ചെയ്യേണ്ട സേഫ് മാർജിൻ, കാവിറ്റേഷൻ ഇല്ലാതെ പമ്പ് റൺ ചെയ്യേണ്ട സേഫ് മാർജിൻ ആണ് നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ് ഉദ്ദേശിക്കുന്നത്. ഇനി NPSH തന്നെ രണ്ട് രീതിയിലുണ്ട്. NPSH അവൈലബിൾ ഉണ്ട്, അതുപോലെ തന്നെ NPSH റിക്വയർഡ് ഉണ്ട്. ഈ റിക്വയർഡ് എന്ന് പറയുന്ന ഡാറ്റ മാനുഫാക്ചറർ നിങ്ങൾക്ക് തരുന്നതാണ്. മാനുഫാക്ചറർ പമ്പിന്റെ കാറ്റലോഗിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്ന മിനിമം ഇത്രയെങ്കിലും NPSH നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. നെസസറി NPSH ടു അവോയ്ഡ് കാവിറ്റേഷൻ. അതായത് ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന വാല്യൂ ആണ് NPSH റിക്വയർഡ് എന്ന് പറയുന്നത്. ഇനി NPSH അവൈലബിൾ എന്ന് പറയുന്നത് ആക്ച്വൽ വർക്കിംഗ് കണ്ടീഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്ന സക്ഷൻ സൈഡിൽ പോയിട്ട് മെഷർ ചെയ്യുന്ന NPSH ആണ് അവൈലബിൾ. അപ്പൊ എപ്പോഴും NPSH അവൈലബിൾ must be greater than NPSH required. ഇങ്ങനെ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാലേ NPSH കൂടുന്നതിനനുസരിച്ച് അതിന്റെ മീനിങ് എന്താണ്? അത് ഇറ്റ് ഈസ് എവേ ഫ്രം വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ എന്ന് വളരെ അകന്നു പോയെന്നല്ല അർത്ഥം. അതിനർത്ഥം അത് സേഫ് ആണെന്നാണ് അല്ലെ? അപ്പൊ എപ്പോഴും NPSH അവൈലബിൾ must be always greater than NPSH required to avoid cavitation. Next question. If in a pump the discharge is halved, then assuming that the speed remains unchanged, what would be the ratio of heads H1 to H2? Okay. ഈ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് പമ്പിന്റെ അല്ലെങ്കിൽ ടർബൈൻസിന്റെ മെഷീനറീസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡൽ ലോസ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻസ് അറിഞ്ഞിരിക്കണം. അതിൽ ആദ്യത്തെ റിലേഷൻ പമ്പിന്റെ കേസിൽ സ്പെസിഫിക് സ്പീഡ് ഓഫ് മോഡൽ ഇസ് ഈക്വൽ ടു സ്പെസിഫിക് സ്പീഡ് ഓഫ് പ്രോട്ടോടൈപ്പ്. ഇത് പമ്പിനാണെങ്കിലും ടർബൈൻ ആണെങ്കിലും ഒരു ഡയമെൻഷണൽ ഹോമോജിനിറ്റി അല്ലെങ്കിൽ ഒരു ഡൈനാമിക്കലി സിമിലർ ആയിരിക്കേണ്ട കണ്ടീഷൻസിൽ വരുന്ന ഒരു കണ്ടീഷനാണ് മോഡലും പ്രോട്ടോടൈപ്പിലും സ്പെസിഫിക് സ്പീഡ് സെയിം ആയിരിക്കണം എന്നുള്ളത്. പമ്പിന്റെ കേസിലാണെങ്കിൽ n/√Q/h⁴ ആണ് വരുന്നത് സ്പെസിഫിക് സ്പീഡിന്റെ ഇക്വേഷൻ. ആൻഡ് ടർബൈൻസിന്റെ കേസിലാണെങ്കിൽ n/√P/h⁵ ആണ് വരുന്നത് ഇൻ ദ കേസ് ഓഫ് ടർബൈൻസ്. അപ്പോൾ ഇത് രണ്ടും മോഡലിനും പ്രോട്ടോടൈപ്പിനും സിമിലർ ആയിരിക്കണം എന്നാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി മറ്റു ചില ഇമ്പോർട്ടന്റ് റിസൾട്ടുകൾ h/n²d² ഈസ് എ കോൺസ്റ്റന്റ്. ഹെഡ്, സ്പീഡ്, ഡയമീറ്റർ, ഇമ്പലർ ഡയമീറ്റർ
ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് h ഡിവൈഡ് ബൈ n സ്ക്വയർ d സ്ക്വയർ മസ്റ്റ് ബി കോൺസ്റ്റന്റ്. അത് h1 ബൈ n1 d1 സ്ക്വയർ h1 by n1 d1 square is equal to h2 by n2 d2 square. ഇതാണ് ഒന്നാമത്തെ റിലേഷൻ. രണ്ടാമത്തത് q ഡിവൈഡഡ് ബൈ എൻ ഡി ക്യൂബ് ഈസ് കോൺസ്റ്റന്റ്. ഡിസ്ചാർജും സ്പീഡും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ ആണ് q ബൈ എൻ ഡി ക്യൂബ് ഈസ് കോൺസ്റ്റന്റ്. അതായത് q1 ബൈ n1 d1 ക്യൂബ് ഈസ് ഈക്വൽ ടു q2 ബൈ n2 d2 ക്യൂബ്. ഇതാണ് രണ്ടാമത്തെ റിലേഷൻ. മൂന്നാമത്തെ റിലേഷൻ പവറിന്റെ റിലേഷൻ ആണ്. p ഡിവൈഡഡ് ബൈ n ക്യൂബ് d റീസ് ടു 5. അത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട്. ഈ ഒരു ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇവിടെ കിട്ടും. ഓക്കെ, p is equal to constant എന്ന് വെച്ച് കഴിഞ്ഞാൽ p1 by n1 ക്യൂബ് d1 to the power 5 is equal to p2 divided by n2 ക്യൂബ് d2 raised to 5. ഈ റിലേഷൻസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ഈ പർട്ടിക്കുലർ കേസിൽ നമുക്ക് ഡിസ്ചാർജും ഹെഡും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്ചാർജും ഹെഡ് തമ്മിലല്ല ഇവിടെ റിലേഷൻ, പക്ഷെ ഡിസ്ചാർജ് ഡയമീറ്റർ ഹെഡും അതുപോലെ തന്നെ ഡിസ്ചാർജും ഡയമീറ്റർ സ്പീഡ് ഹെഡ് ഡയമീറ്റർ സ്പീഡ് ഈ റിലേഷൻ നമുക്കറിയാം. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് സ്പീഡ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. അപ്പൊ എന്ന് പറയുന്ന പാരാമീറ്ററിൽ ഇവിടെ ചേഞ്ച് ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് റിലേഷൻ വരുന്നത് നോക്കൂ. ആദ്യത്തെ റിലേഷനിൽ നിന്ന് h പ്രപ്പോർഷണൽ ടു n സ്ക്വയർ d സ്ക്വയർ എന്ന് കിട്ടുന്നുണ്ട്. h പ്രപ്പോർഷണൽ ടു n സ്ക്വയർ d സ്ക്വയർ. അതിൽ നിന്ന് എനിക്ക് n സ്ക്വയറിന് ഒരു റിലേഷൻ എഴുതി കൂടെ. n സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു വാട്ട്? h ബൈ d സ്ക്വയർ എഴുതാം. Okay, n square is proportional to h by d square. So n is proportional to what? h root h by d എന്ന് വരും. n is proportional to root h by d. Now ഇത് ഞാൻ രണ്ടാമത്തെ റിസൾട്ടിലെ n നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. So q divided by root h by d into d cube is a constant. Is a constant. Therefore q divided by root h d square is constant. Is constant. So q proportional to root h into d square. അതായത് ഡിസ്ചാർജും ഹെഡും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ ആണിത്. q by root h d square is constant. q1 by root h1 d square d1 square is equal to q2 by root h2 d2 square. ഇവിടെ ഡയമീറ്ററിനെ പറ്റി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരേ പമ്പിന്റെ തന്നെ സ്പീഡ് കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഡിസ്ചാർജ് ഹാഫ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഹെഡിലെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഡയമീറ്റർ മാറുന്നില്ല, കാരണം ഒരേ പമ്പ് തന്നെയാണ്, ഡയമീറ്റർ മാറുന്നില്ല. അപ്പൊ നമുക്ക് ഡിസ്ചാർജും ഹെഡും തമ്മിലുള്ള റിലേഷൻ എന്താ? q പ്രപ്പോർഷണൽ ടു റൂട്ട് എച്ച്. q പ്രപ്പോർഷണൽ ടു റൂട്ട് എച്ച്. ഓക്കെ, q പ്രപ്പോർഷണൽ ടു റൂട്ട് എച്ച്. ഇനി നമുക്കിത് മറ്റൊരു രീതിയിൽ ഈസി ആയിട്ട് ചെയ്യാം. ഡിസ്ചാർജിന്റെ നിങ്ങൾക്ക് അറിയാവുന്ന റിലേഷൻ എന്താ? വെലോസിറ്റി, ഏരിയന്റെ വെലോസിറ്റി അല്ലേ? അതില് ഡിസ്ചാർജ് പ്രപ്പോർഷണൽ ടു വെലോസിറ്റി അല്ലേ? വിക്ക് റൂട്ട് 2gh എന്ന് പറയുന്ന റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് v പ്രപ്പോർഷണൽ ടു റൂട്ട് എച്ച് അല്ലേ? Therefore discharge is also proportional to root h. ഇത്രയും ചെയ്താലും മതി. ഓക്കെ, അത് മറ്റൊരു രീതിയിൽ. ഇതൊക്കെ നമുക്ക് മെഷീനറീസിന് ബാധകമായിട്ടുള്ള മോഡൽ പ്രോട്ടോടൈപ്പ് റിലേഷൻ ആണ് ഈ കാണുന്നൊക്കെ. q പ്രപ്പോർഷണൽ ടു. അപ്പോ q സ്ക്വയർ പ്രപ്പോർഷണൽ ടു h എന്ന് കൊടുക്കാം. സോ h1 by h2 is equal to q1 സ്ക്വയർ by q2 സ്ക്വയർ. ആദ്യത്തെ ഡിസ്ചാർജ് ഞാൻ q എന്ന് കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഡിസ്ചാർജ് q by 2 ആണ് ഹോൾ സ്ക്വയർ. or it is equal to 4. 4 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. h1 by h2 ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ it is 4 ആണ് ആൻസർ. h2 by h1 ആണെങ്കിൽ 0.25 ആണ് ആൻസർ. So the answer is 4. Next question, boundary layer എന്നാണ്. If the velocity distribution in a turbulent boundary layer is given by u by u infinity equal to y by delta to the power 1 by 9, the ratio of displacement thickness to nominal layer thickness, boundary layer thickness will be. ഓക്കെ, ബൗണ്ടറി ലൈനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് 4 തിക്നെസ്സുകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ തിക്നെസ്, ഒരു ഫ്ലാറ്റ് പ്ലേറ്റിന് മുകളിൽ ഒരു ബൗണ്ടറി ലെയർ ഫോം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ലീഡിങ് എഡ്ജില് ഇവിടെ നിന്ന് ഈ ബൗണ്ടറി ലെയറിലെ ഏത് ലെയറിലാണോ അപ്രോക്സിമേറ്റ്ലി വെലോസിറ്റി ഈസ് 0.99 u ഇൻഫിനിറ്റി, അതായത് ഫ്രീ സ്ട്രീം വെലോസിറ്റി ആയിട്ട് മാറുന്നത്, ആ തിക്നെസ്സിനെ നമ്മൾ ബൗണ്ടറി ലെയർ തിക്നെസ് എന്നുള്ളത് ഓൾറെഡി തിയറി സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, u is equal to 0.9 u infinity. ഇതാണ് ബൗണ്ടറി ലെയർ തിക്നെസ്. ഇറ്റ് ഇൻക്രീസസ് ആസ് ഡിസ്റ്റൻസ് ഫ്രം ദ ലീഡിംഗ് എഡ്ജ്. ഇതാണ് ലീഡിംഗ് എഡ്ജ്. അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് സാധാരണ ആ ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ്. ബൗണ്ടറി ലെയർ തിക്നെസ് ഇൻക്രീസസ് ആസ് ഡിസ്റ്റൻസ് ഫ്രം ലീഡിംഗ് എഡ്ജ് ഇൻക്രീസസ്, കൈനമാറ്റിക് വിസ്കോസിറ്റി ഇൻക്രീസസ് ആൻഡ് ഫ്രീ സ്ട്രീം വെലോസിറ്റി ഡിക്രീസസ്. ഫ്രീ സ്ട്രീം വെലോസിറ്റി കൂടിക്കഴിഞ്ഞാലും ബൗണ്ടറി ലെയർ തിക്നെസ് കൂടും. കൈനമാറ്റിക് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബൗണ്ടറി ലെയർ തിക്നെസ് കൂടും. ഡിസ്റ്റൻസ് ഫ്രം ലീഡിംഗ് എഡ്ജ് കൂടുന്നതിനനുസരിച്ചും അത് കൂടും. ഓക്കെ, ആ ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ് അറിഞ്ഞിരിക്കും. രണ്ടാമത്തെ ഒരു തിക്നെസ് ആണ്
displacement thickness. Displacement thickness delta star is equal to integral u 0 to delta u by integral 0 to delta 1 minus u by u infinity dy. This is called displacement thickness. Displacement thickness in the concept ഇത്രയേ ഉള്ളൂ. ഒരു ഫ്രീ സ്ട്രീം റീജിയണിലുള്ള മാസ് ഫ്ലോ റേറ്റ് തന്നെ ആയിരിക്കില്ല സെയിം ഏരിയ ഞാൻ ഈ ബൗണ്ടറി ലെയറിന്റെ ഉള്ളിൽ എടുക്കുമ്പോൾ. ബൗണ്ടറി ലെയറിന്റെ ഉള്ളിൽ വെലോസിറ്റി കുറയുന്നു, വെലോസിറ്റി റിഡക്ഷൻ റിട്ടാർഡേഷൻ സംഭവിക്കുന്ന റീജിയൻ ആണല്ലോ ബൗണ്ടറി ലെയർ. ആ റിട്ടാർഡേഷൻ സംഭവിക്കുന്നുണ്ട് യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന ഡിസ്ചാർജ് അല്ലെങ്കിൽ മാസ് ഫ്ലോ റേറ്റ് വിൽ ബി റെഡ്യൂസ്ഡ്. അപ്പൊ ഞാൻ ഇമാജിനറി ആയിട്ട് ഈ പ്ലേറ്റിനെ ഞാൻ എന്ത് ചെയ്യാണ്, എവേ ഫ്രം ദ ബൗണ്ടറി ലെയർ ഒന്ന് ഡിസ്പ്ലേസ് ചെയ്യാം. സോ ദാറ്റ് ഒരു അഡീഷണൽ മാസ് ഫ്ലോ റേറ്റ് എനിക്ക് കിട്ടുമല്ലോ. ഈ മാസ് ഫ്ലോ റേറ്റ് നേരത്തെ ഉണ്ടായിട്ടുള്ള റിഡക്ഷനെ ഓവർകം ചെയ്യണം. ഓക്കെ, അപ്പൊ ഒരു 5 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിസ്ചാർജ് അല്ലെങ്കിൽ 5 കിലോഗ്രാം പെർ സെക്കൻഡ് മാസ് ഫ്ലോ റേറ്റ് ആയിരുന്നു ഈ ഫ്രീ സ്ട്രീം റീജിയനിൽ വന്നിരുന്നത്. ഈ ബൗണ്ടറി ലെയറിന്റെ ഉള്ളിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു 3 കിലോഗ്രാം പെർ സെക്കൻഡേ ഉള്ളൂ മാസ് ഫ്ലോ റേറ്റ്. അത് അപ്പൊ ഒരു 2 കിലോഗ്രാം പെർ സെക്കൻഡ് ഡിസ്ചാർജിന്റെ മാസ് ഫ്ലോ റേറ്റിന്റെ റിഡക്ഷൻ വന്നല്ലോ അവിടെ. ആ റിഡക്ഷൻ ഓവർകം ചെയ്യാനായിട്ട് ഞാൻ ഇമാജിനറി ആയിട്ട് ഈ പ്ലേറ്റിനെ ഒന്ന് എന്ത് ചെയ്യാം, താഴേക്ക് എവേ ഫ്രം ദ ബൗണ്ടറി ലെയർ ഒന്ന് ഡിസ്പ്ലേസ് ചെയ്യാം. എത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്യുന്നോ അത്രത്തോളം മാസ് ഫ്ലോ റേറ്റ് അതിന്റെ ഉള്ളിൽ കൂടെ കൂടുതൽ പാസ് ചെയ്യും. ആ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ഒരു 2 കിലോഗ്രാം പെർ സെക്കൻഡ് ആകുന്ന രീതിയിൽ ഞാൻ അതിനെ എത്ര ഡിസ്പ്ലേസ് ചെയ്യണം, ദാറ്റ് തിക്നെസ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്. ഇനി അഗെയിൻ മാസ് ഫ്ലോ റേറ്റിൽ റിഡക്ഷൻ വരാൻ കാരണം വെലോസിറ്റിയിൽ റിഡക്ഷൻ സംഭവിച്ചതാണ്. ഈ വെലോസിറ്റിയിൽ റിഡക്ഷൻ കാരണം മൊമെന്റത്തിലും റിഡക്ഷൻ വരും, കൈനറ്റിക് എനർജിയിലും റിഡക്ഷൻ വരും. ഈ റിഡക്ഷനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഞാൻ അതിന് എത്ര ഡിസ്പ്ലേസ് ചെയ്യണം എന്ന് പറയുന്നതാണ് മറ്റു രണ്ട് തിക്നെസ്സുകൾ. അതായത് മൊമെന്റം തിക്നെസ് എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ മൊമെന്റം, ഫോർമേഷൻ ഓഫ് ബൗണ്ടറി ലെയർ കാരണം മൊമെന്റത്തിൽ വരുന്ന റിഡക്ഷനെ ഓവർകം ചെയ്യാൻ ഞാൻ എത്ര ഡിസ്പ്ലേസ് ചെയ്യണം, ദാറ്റ് ഈസ് കോൾഡ് മൊമെന്റം തിക്നെസ്. കൈനറ്റിക് എനർജിയിലെ റിഡക്ഷൻ ഓവർകം ചെയ്യാൻ ഞാൻ എത്ര ഡിസ്പ്ലേസ് ചെയ്യണം, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി തിക്നെസ്. ഓക്കെ, ഫോർമുലയാണ് അറിഞ്ഞിരിക്കേണ്ടത്. മൊമെന്റം തിക്നെസ്സിനെ തീറ്റ എന്നാണ് റെപ്രസെന്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 ടു ഡെൽറ്റ u by u infinity into 1 minus u by u infinity dy. And energy thickness integral 0 to delta u by u infinity into 1 minus u by u infinity square dy. ഇതാണ് ഫോർമുല. ഇനി ജനറലി മോസ്റ്റ് ഓഫ് ദ പ്രൊഫൈൽസ് ഡിസ്പ്ലേസ്മെന്റ് ബൗണ്ടറി ലെയർ തിക്നെസ് ആണ് ഏറ്റവും ലാർജസ്റ്റ് തിക്നെസ്, ദെൻ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, ദെൻ കംസ് എനർജി തിക്നെസ്, ദെൻ കംസ് മൊമെന്റം തിക്നെസ്. എസ്പെഷ്യലി ഫോർ എ ലീനിയർ വെലോസിറ്റി പ്രൊഫൈലിനൊക്കെ ഇത് ചോദിക്കാറൊക്കെ ഉണ്ട്, വാല്യൂസ് എത്രയാണെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് u by u infinity എന്ന് പറയുന്നത് y by delta all to the power 1/9 ആണ്. നമുക്ക് ജസ്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമുക്ക് വേണ്ടത് റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ടു നോമിനൽ ലെയർ തിക്നെസ്, അതായത് ഡെൽറ്റ സ്റ്റാർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഡെൽറ്റ സ്റ്റാർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം എങ്ങനെയാ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് u by u infinity y by delta all to the power 1/9 ആണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ 0 to delta 1 minus y by delta all to the power 1/9 dy. അപ്പൊ ആദ്യം dy ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരും, y എന്ന് വരും. therefore ഇന്റഗ്രൽ 0 to delta y from 0 to delta minus 1 by delta to the power 1/9 ഞാൻ കോമൺ ആക്കി എഴുതി. ഇനി എനിക്ക് y raised to 1/9 ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ y raised to 1/9 plus 1 by 1/9 plus 1. Therefore it is equal to 9/10 y raised to 9/10. Sorry. Therefore it is equal to ഈ 1/9 plus 1 എന്ന് വെച്ചാൽ എത്രയാണ്, 10/9 ആണ്. അത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 9/10 ആയിട്ട് മാറും. y raised to 10/9, y raised to 10/9. So y raised to 10/9, 9/10 y raised to 10/9 from 0 to delta. So ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റ് 0 ആണ്. therefore ഡെൽറ്റ മൈനസ് 1 by delta raised to 1/9. ഇനി 9/10 ഡെൽറ്റ ടു ദ പവർ 10/9, ലോവർ ലിമിറ്റ് 0. So y raised to delta to the power 10/9 divided by delta to the power 1/9 എന്ന് പറയുമ്പോൾ എത്ര വരും, delta to the power 10/9 minus 1/9, or it is equal to delta to the power 9/9 which is 1. So this is equal to delta minus 9/10 delta which is equal to delta by 10. Delta by 10 is what? 0.1 delta. 0.1 delta. നമുക്ക് വേണ്ടത് ഡെൽറ്റ സ്റ്റാർ ബൈ ഡെൽറ്റ ആണ്, which is equal to what? 0.1. 0.1 ആണ് അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരും.
Find the head loss due to friction in a pipe of diameter 200 millimeter and length 50 meter through which water is flowing at a velocity of 1.5 meter per second. You have to use Darcy-Weisbach equation. Darcy-Weisbach friction factor which is 0.018. It's a pretty direct question. One of the most important formula for finding the frictional loss on a Darcy-Weisbach equation, which is given by HF is equal to frictional loss is given by FL V square by 2GD. നമ്മൾ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് ഫോം ഈ നോട്ടേഷൻസ് ആണ്. അതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ക്യാപിറ്റൽ എഫിന് വരെ സ്മോൾ എഫ് ആണ്. അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫ്രിക്ഷൻ ഫാക്ടർ ആണ് തന്നിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. വരുമ്പോൾ നമുക്ക് എഫിനെ 18 × 10⁻³ എഴുതിക്കൂടെ. 18 × 10⁻³ ലെങ്ത് എന്നുള്ളത് 50 മീറ്റർ ആണ്. എല്ലാം സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 50 മീറ്റർ. വി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി അത് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 1.5. 1.5 ഞാൻ 3/2 എന്നാണ് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. 3/2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു അപ്രോക്സിമേറ്റ് ഞാൻ ജിയുടെ ഞാൻ 10 ആയിട്ട് എടുക്കുകയാണ്. 10 ഇൻറ്റു ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 200 millimeter ആണ്. സോ 200 × 10⁻³ ഓക്കെ. സോ ഈ 10⁻³ അവിടെ തന്നെ ക്യാൻസൽ ആയി പോകുന്നത് കാണാൻ പറ്റും. 10⁻³ ക്യാൻസൽസ്. ദെൻ ബാക്കി ടേംസുകൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 5 times ആയിട്ട് ക്യാൻസൽ ആയി പോകും. 18 9 times ആയിട്ട് ക്യാൻസൽ ആയി പോകും. നമുക്ക് നോക്കാം ബാക്കി എന്താ വരുന്നത് എന്നുള്ളത്. സോ 9 × 5 × 9/4 എന്ന് വരും അല്ലെ. 9/4 × 200 എന്ന് വരും. 200 ഇത്രയാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഏകദേശം എത്ര വരും നോക്കാം. സോ ഇറ്റ് ഈസ് അറൌണ്ട് 81 ഡിവൈഡഡ് ബൈ 160. 81 ഡിവൈഡഡ് ബൈ 160. 80/160 ആണെങ്കിൽ നമുക്ക് ആൻസർ കറക്റ്റ് എത്രയാണ്? 0.5 ആണ് വരുന്നത്. 0.5. ഇവിടെ 81 ഉണ്ട്. സോ 0.5ന് തൊട്ട് മുകളിലുള്ള ആൻസർ അതേതാണ് വരുന്നത്? 0.516. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 0.516. അപ്പോ സിംപ്ലിഫിക്കേഷൻ മനസ്സിലായോ? നമുക്ക് കാൽക്കുലേറ്റർ ഒന്നും വേണ്ട. ഈവൻ ഓപ്ഷൻസ് ക്ലോസ് ആണ്, എന്നാൽ പോലും നമുക്കത് അപ്രോക്സിമേറ്റ് ചെയ്ത് 0.516 എത്തിക്കാം. രണ്ട് അപ്രോക്സിമേഷനാണ് ചെയ്തത്. ഒന്ന് ഈ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ 81 80 ആയിട്ട് എടുത്തു. വേറൊരു അപ്രോക്സിമേഷൻ നമ്മളിവിടെ 9.81 പകരം 10 ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കോംപ്രമൈസ് പോലെ ന്യൂമറേറ്ററിന് ഞാൻ കൂട്ടിയെടുത്തു, ഡിനോമിനേറ്ററിനെയും കൂട്ടിയെടുത്തു. അപ്പോൾ ഏകദേശം ആൻസർ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വരും, വിച്ച് ഈസ് അറൌണ്ട് 0.516. സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഡ്രാഗ് ആൻഡ് ലിഫ്റ്റ് എന്ന് പറയുന്ന ഭാഗത്താണ്. എ ബോഡി എം ഹാസ് ട്വൈസ് ദ വെയിറ്റ്, ട്വൈസ് ദ പ്രൊജക്റ്റഡ് ഏരിയ ആൻഡ് ട്വൈസ് ദ ഡ്രാഗ് കോഎഫിഷ്യന്റ് ഓഫ് ബോഡി എൻ. The terminal velocity of body m in air would be x times that of n, where x is. Okay, അപ്പോൾ ഒരു ബോഡി ഒരു വിസ്കസ് ഫ്ലൂയിഡിൽ കൂടെ ഒരു സ്പെറിക്കൽ ബോഡി അല്ലെങ്കിൽ വാട്ട് എവർ എനി ബോഡി അത് മൂവ് ചെയ്യുമ്പോൾ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് 3 ഫോഴ്സുകളാണ് ഫീൽ ചെയ്യുക. ഒന്നാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റി ഫോഴ്സ് ആയിട്ടുള്ള വെയിറ്റ്. രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് അതിന് ബോയൻ ഫോഴ്സ്, അത് എപ്പോഴും മുകളിലേക്കായിരിക്കും. അപ്ത്രസ്റ്റ് എന്നാണ് നമ്മൾ പറയാം. ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന ബോയൻ ഫോഴ്സ്. പിന്നെ ഡ്രാഗ് ഫോഴ്സ്, അതായത് ഈ ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിന് ഒപ്പോസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഡ്രാഗ് ഫോഴ്സ്. അത് ഒരു ഡൈനാമിക് കണ്ടീഷനിൽ മാത്രമേ ഡെവലപ്പ് ചെയ്യുള്ളൂ. ബോയിൻ ഫോഴ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് കണ്ടീഷനിലും ഡെവലപ്പ് ചെയ്യും. ഇവിടെ ഡൈനാമിക് കണ്ടീഷനിൽ അതിന് ഒപ്പോസ് ചെയ്യുന്ന ഒരു ഡ്രാഗ് ഫോഴ്സും അതിന് ഫീൽ ചെയ്യും. ഇതിൽ ഡ്രാഗ് ഫോഴ്സിന്റെ ഈ വെയിറ്റിന്റെയും ബോയിൻ ഫോഴ്സിന്റെയും ഡയറക്ഷൻസ് ഫിക്സഡ് ആണ്, അത് ഒരിക്കലും മാറില്ല. ബോയിൻ ഫോഴ്സ് ഈസ് ഓൾവേസ് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി, വെയിറ്റ് ഈസ് ഓൾവേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി, ബിക്കോസ് അത് തന്നെയാണ് ഗ്രാവിറ്റി ഫോഴ്സ്. ഡ്രാഗ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഒരു ബോഡി അപ്വേർഡ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫിഷ് ടാങ്കിന്റെ അടിയിൽ ഒരു ബബിൾ ഫോം ചെയ്തു, ആ ബബിൾ മുകളിലേക്കാണ് മൂവ് ചെയ്യുക, അപ്പോൾ അതിന്റെ ഡ്രാഗ് ഫോഴ്സ് താഴേക്കായിരിക്കും. ഇനി ഒരു ബോഡി ഒരു ഔട്ടർ സ്പേസ് ഒരു ബോഡി എർത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക, ആ ബോഡിയിലെ ഡ്രാഗ് ഫോഴ്സ് എപ്പോഴും മുകളിലേക്കായിരിക്കും. അപ്പോൾ ഡ്രാഗ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എപ്പോഴും മനസ്സിലാക്കുക, ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ബോഡി. ഇനി നമുക്ക് അറിയേണ്ടത് ബോയൻ ഫോഴ്സ്. വൺസ് ഒരു ബോഡി കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബോയൻ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് പിന്നെ മാറില്ല. ആൻഡ് ദാറ്റ് ബോയൻ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻറ്റു ജി ഇൻറ്റു വോളിയം ഓഫ് ദ ബോഡി. ഇനി വെയിറ്റ് ഓഫ് ദ ബോഡി മാറില്ല, ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഇൻറ്റു ജി ഇൻറ്റു വോളിയം ഓഫ് ദ ബോഡി. ഇത് രണ്ടും മാറില്ല. അപ്പൊ ഇത് രണ്ടുപേരും ഫിക്സഡ് ആണ്, മാഗ്നിറ്റ്യൂഡ് വൈസും ഫിക്സഡ് ആണ്, ഡയറക്ഷനും ഫിക്സഡ് ആണ്. പക്ഷെ വാട്ട് ഈസ് ഡ്രാഗ് ഫോഴ്സ്? ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗ് ഇൻറ്റു ഹാഫ് റോ എ വി സ്ക്വയർ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വോളിയം ആണ്, ഇത് രണ്ടും വോളിയം ആണ്. ഈ വി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. സി ഡി ഈസ് കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗ്. ഹാഫ് എ റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആണ്, ബോഡി അല്ല, ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആണിത്.
എ എന്ന് പറയുന്നത് ദിസ് ഈസ് കോൾഡ് പ്രൊജക്റ്റഡ് ഏരിയ. പ്രൊജക്റ്റഡ് ഏരിയ എന്നാണ് അതിനെ പറയാം. അതല്ല, പ്രൊജക്റ്റഡ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു സ്ഫിയറിനെ നമ്മൾ അതിന്റെ ഒരു നിഴല് ഫോം ചെയ്യുന്നതാണ് അതിന്റെ പ്രൊജക്റ്റഡ് ഏരിയ എന്നാണ്. ഒരു സർക്കിൾ ആയിരിക്കും. ഇതൊരു സ്ഫിയർ ആണെങ്കിൽ അതിന്റെ സർക്കിൾ ആയിരിക്കും പ്രൊജക്റ്റഡ് ഏരിയ. ഒരു സിലിണ്ടറിക്കൽ ബോഡി ആണെങ്കിൽ അതിന്റെ പ്രൊജക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കാണുന്നത്. ഇപ്പൊ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പ്രൊജക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് റെക്ടാംഗിൾ ആയിരിക്കും അല്ലെ. ഇത്തരത്തില് പ്രൊജക്റ്റഡ് ഏരിയ വേണം കാൽക്കുലേഷൻ എടുക്കാൻ. വി ഇസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് അല്ലെങ്കിൽ ബോഡി ഈസ് മൂവിങ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സ്ക്വയർ ഓഫ് വെലോസിറ്റി. ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റിയുടെ സ്ക്വയറിന് പ്രൊപ്പോർഷൻ ആയിട്ട് ഡ്രാഗ് ഫോഴ്സ് ചേഞ്ച് ചെയ്യും. ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്നു. പക്ഷെ വെലോസിറ്റി വേരി ചെയ്യുന്നതിനനുസരിച്ച് ഡ്രാഗ് ഫോഴ്സ് വേരി ചെയ്യും. ഹയർ ദ വെലോസിറ്റി ലാർജർ വിൽ ബി ദ ഡ്രാഗ് ഫോഴ്സ്. ഒരു ബോഡി ഗ്രാവിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡി എപ്പോഴും കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുക? അല്ല, അതിന് ഇനീഷ്യലി ഒരു ആക്സലറേഷൻ ഉണ്ടായിരിക്കും. ദാറ്റ് ആക്സലറേഷൻ ഇസ് കോൾഡ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ. ആ ആക്സലറേഷൻ കാരണം അതിന്റെ വെലോസിറ്റി ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ഡ്രാഗ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഒരു താഴേക്ക് വരുന്ന ഒരു ബോഡിയുടെ കേസാണ് ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രാവിറ്റിയുടെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഇനീഷ്യലി അതിന്റെ വെയിറ്റ് ആണ് താഴേക്ക് ആക്ട് ചെയ്യുന്നത്. ഡ്രാഗ് ഫോഴ്സും ബോയൻ ഫോഴ്സും മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോ ഇനീഷ്യലി വെയിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡ്രാഗ് ഫോഴ്സ് പ്ലസ് ബോയൻ ഫോഴ്സ്. അതുകൊണ്ടാണ് നെറ്റ് ഇഫക്റ്റിൽ അത് താഴേക്ക് മൂവ് ചെയ്യും. പക്ഷെ താഴേക്ക് മൂവ് ചെയ്യും തോറും അതിന്റെ ആക്സലറേഷൻ കാരണം അതിന്റെ വെലോസിറ്റി കൂടിക്കൂടി വരും, ഡ്രാഗ് ഫോഴ്സ് കൂടിക്കൂടി വരും. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റില് വെയിറ്റും ഡ്രാഗ് ഫോഴ്സും ബോയൻ ഫോഴ്സും ചേർന്ന് അതിനെ ബാലൻസ് ചെയ്യും. വെയിറ്റ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ഡ്രാഗ് ഫോഴ്സ് പ്ലസ് ബോയൻ ഫോഴ്സ്. ഈ കേസിൽ നെറ്റ് ഫോഴ്സ് ബിക്കംസ് സീറോ. നെറ്റ് ഫോഴ്സ് ഒരു ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയിലെ നെറ്റ് ഫോഴ്സ് സീറോ ആയി കഴിഞ്ഞാൽ ദെയർ ആഫ്റ്റർ ഇതിന്റെ ആക്സലറേഷൻ സീറോ ആകും. കാരണം ഇതാണല്ലോ മാസിന്റെ ആക്സലറേഷൻ ആണല്ലോ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. റിസൾട്ടന്റ് ഫോഴ്സ് ഇക്വൽ ടു മാസിന്റെ ആക്സലറേഷൻ. ആ ആക്സലറേഷൻ സീറോ ആയി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഇറ്റ് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ദിസ് കോൺസ്റ്റന്റ് വെലോസിറ്റി ഈസ് കോൾഡ് ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, അപ്പൊ വൺസ് ടെർമിനൽ വെലോസിറ്റി കഴിഞ്ഞാൽ ഇവിടെ ഈ എക്സ്പ്രഷനിൽ ഞാൻ വി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വി ടി ഡ്രാഗ് ഫോഴ്സ് ഇക്വൽ ടു സി ഡി ഹാഫ് റോ എ വി ടി സ്ക്വയർ. ഇനി ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് ഇതിൽ വരുന്നത് എയറിൽ കൂടെ മൂവ് ചെയ്യുന്ന കേസിലാണ്. എയറിൽ കൂടെ മൂവ് ചെയ്യുന്ന കേസിൽ എയറിന്റെ ഡെൻസിറ്റി വളരെ കുറവാണ് കമ്പയർഡ് ടു ദ ഡെൻസിറ്റി ഓഫ് ദ ബോഡി. ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് മച്ച് ലെസ് ദാൻ ഡെൻസിറ്റി ഓഫ് ദ ബോഡി. അതുകൊണ്ട് നമ്മൾ അതിന്റെ ബോയൻ ഫോഴ്സ് നെഗ്ലക്ട് ചെയ്യാറുണ്ട്. അപ്രോക്സിമേറ്റ് ചെയ്ത് സീറോ വേണമെങ്കിൽ എടുക്കാം. ഡ്രാഗ് ഫോഴ്സ് നെഗ്ലക്ട് ചെയ്യരുത്, ബോയൻ ഫോഴ്സ് നെഗ്ലക്ട് ചെയ്യാം. കാരണം ഡ്രാഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ വെലോസിറ്റി കൂടുതലാണെങ്കിൽ ഡ്രാഗ് ഫോഴ്സ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ വരാം. പക്ഷെ ബോയൻ ഫോഴ്സ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി. ഓക്കെ, അതിന്റെ ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അപ്പൊ നമുക്ക് ഈ എക്സ്പ്രഷനിൽ ബോയൻ ഫോഴ്സ് നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ വെയിറ്റും ഡ്രാഗ് ഫോഴ്സും ചേർന്നാണ് ആ ബോഡിയെ ബാലൻസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ കോൺട്രിബ്യൂഷൻ ഈസ് ബൈ ഡ്രാഗ് ഫോഴ്സ്. അപ്പൊ ആ കേസിൽ വെയിറ്റ് ഈക്വൽ ടു ഡ്രാഗ് ഫോഴ്സ് എഴുതി കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഇൻറ്റു ജി ഇൻറ്റു വോളിയം ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു സി ഡി ഇൻറ്റു ഹാഫ് റോ എ വി ടി സ്ക്വയർ എന്നതാണ്. ഓക്കെ, സി ഡി ഇൻറ്റു ഹാഫ് റോ എ വി ടി സ്ക്വയർ. അപ്പൊ അതിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ രണ്ട് ബോഡീസിന്റെ കമ്പാരിസൺ ആണ്. ഇതിന്റെ വെയിറ്റിന്റെ കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്, പ്രൊജക്റ്റഡ് ഏരിയയുടെ കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്, ഡ്രാഗ് കോഎഫിഷ്യന്റിന്റെ കമ്പാരിസണും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവരെങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് നോക്കാം. സോ വെയിറ്റ് ഇസ് ഈക്വൽ ടു സി ഡി ഹാഫ് റോ എ വി ടി സ്ക്വയർ. Therefore, Vt square is equal to W divided by 2W divided by CD into rho A എന്ന് വരും. ഇതാണ് Vt square എക്സ്പ്രഷൻ വരുന്നത്. So Vt is equal to square root of this term 2W by CD rho A. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തൊക്കെയാണ്? ടെർമിനൽ വെലോസിറ്റി ഈസ് പ്രപ്പോർഷൻ ടു സ്ക്വയർ റൂട്ട് W ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഡ്രാഗ് കോഎഫിഷ്യന്റ് ഇൻറ്റു സ്ക്വയർ റൂട്ട് A. ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് സെയിം ഫ്ലൂയിഡിൽ കൂടെ തന്നെയാണ് രണ്ടും പാസ് ചെയ്യുന്നത് അസ്യൂം ചെയ്യാം. ഇതാണ് നമുക്ക് കിട്ടുന്ന റിലേഷൻ. അപ്പൊ നമുക്ക് രണ്ട് ബോഡീസിന്റെ ടെർമിനൽ വെലോസിറ്റി കമ്പയർ ചെയ്തൂടെ? വി ടി ഓഫ് ബോഡി എം ബൈ വി ടി ഓഫ് ബോഡി എൻ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡബ്ല്യു എം ബൈ ഡബ്ല്യു എൻ ഇൻറ്റു സി ഡി എൻ ബൈ സി ഡി എം ഇൻവേഴ്സ് റേഷ്യോയിൽ എടുക്കണം ഇൻറ്റു ഏരിയ ഓഫ് എൻ ബൈ ഏരിയ ഓഫ് എം. ഇതാണ് വരുന്നത്. ഇനി എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് എന്താ? എല്ലാം ട്വൈസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോഡി എമ്മിന്റെ എല്ലാ പാരാമീറ്റേഴ്സും ട്വൈസ് ആണ്. ട്വൈസ് ആകുമ്പോൾ ഈ റേഷ്യോ എങ്ങനെ വരും? ദിസ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 അല്ലെ, എമ്മിന്റെ ട്വൈസ് അല്ലേ. എം ഡിനോമിനേറ്ററിൽ വരുന്ന എമ്മിന്റെ ഭാഗത്തൊക്കെ ട്വൈസ് ഉണ്ടാവും, ബാക്കി ഭാഗത്തൊക്കെ ഉണ്ട്. സോ therefore 1/√2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2 ക്യാൻസൽ ആയി പോകും, 1/√2. സോ ദ റേഷ്യോ ഓഫ് ടെർമിനൽ വെലോസിറ്റി ഓഫ് ബോഡി എം, സോ നമുക്ക് കിട്ടുന്നത് വി ടി എം ബൈ വി ടി എൻ ഈസ് 1/√2 എന്നാണ്. Therefore Vt m is equal to 1/√2 times Vtn ആണ് വരുന്നത്.
സോ ദ ആൻസർ ഈസ് വാട്ട് 1/√2. √2 എന്ന് എഴുതുന്നത് തെറ്റാണ്. ഓക്കെ, നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് 1/√2 ആണ്. സോ ടെർമിനൽ വെലോസിറ്റി ഓഫ് ബോഡി എം ഈസ് 1/√2 ടൈംസ് ടെർമിനൽ വെലോസിറ്റി ഓഫ് ബോഡി എൻ. ഓക്കെ, സോ ടെർമിനൽ വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡ്രാഗ് ആൻഡ് ലിഫ്റ്റിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോയുടെ കണ്ടീഷൻസ് അറിഞ്ഞിരിക്കണം. റെയ്നോൾഡ്സ് നമ്പർ ഷുഡ് ബി ലെസ് ദാൻ 1. അതായത് അതിന് ക്രീപ്പ് ഫ്ലോ എന്ന് പറയും. റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 1 ആയിട്ടുള്ള ഫ്ലോ ആണ് ക്രീപ്പ് ഫ്ലോ അല്ലെങ്കിൽ സ്റ്റോക്സ് ഫ്ലോ. ഈ ഒരു കണ്ടീഷനിൽ ഒരു സ്ഫെറിക്കൽ ബോഡി ആയിരിക്കണം. സ്ഫെറിക്കൽ ബോഡിയാണ്. ഈ കേസിലെ ഡ്രാഗ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ആണ് സ്റ്റോക്സ് ലോ പറയുന്നത് 3πμvd. ഒരു സ്ഫെറിക്കൽ ബോഡി വളരെ ചെറിയ റെയ്നോൾഡ്സ് നമ്പറിൽ മൂവ് ചെയ്യുക, ലൈക്ക് സാൻഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യുക. പാർട്ടിക്കിൾസ് ഹൈലി വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് കൂടെ പതുക്കെ സെറ്റിൽ ചെയ്യുന്ന കേസ്, അതുപോലെ തന്നെ ഫ്ലോ അറൌണ്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അറ്റ്മോസ്ഫിയറിക് എയർ അതിന് ചുറ്റും മൂവ് ചെയ്യുന്ന, അതൊക്കെ നമുക്ക് ഈ സ്റ്റോക്സ് ലോ കണ്ടീഷൻ ആയിട്ട് എടുക്കാം. റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 1 ആയിരിക്കുന്ന സ്ഫെറിക്കൽ ബോഡീസിന്റെ കേസിൽ the total drag force is given by 3πμvd, where mu is the dynamic viscosity, v is the velocity, d is the diameter of that spherical particle. ഇതിൽ തന്നെ രണ്ട് കേസ് ഉണ്ട്. രണ്ട് പേരാണ് ഈ ഡ്രാഗിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒന്ന് പ്രഷർ ഡ്രാഗ്, അതുപോലെ തന്നെ ഫ്രിക്ഷൻ ഡ്രാഗ്. പ്രഷർ ഡ്രാഗ് എന്ന് വെച്ചാൽ ഈ ഫ്ലൂയിഡ് അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് കാരണമുള്ള റെസിസ്റ്റൻസ്, പിന്നെ വിസ്കോസിറ്റി കാരണമുള്ള റെസിസ്റ്റൻസ് ആണ് ഫ്രിക്ഷൻ ഡ്രാഗ് അല്ലെങ്കിൽ വിസ്കസ് ഡ്രാഗ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ 2/3 പോർഷനും ഫ്രിക്ഷൻ ഡ്രാഗ് ആയിരിക്കും, 1/3 പോർഷൻ മാത്രമേ ഡ്രാഗ് ഫോഴ്സ് ഡ്യൂ ടു പ്രഷർ ഉണ്ടാവുള്ളൂ. ഓക്കെ, പ്രഷർ ഫോഴ്സിന്റെ കോൺട്രിബ്യൂഷൻ കുറവാണ്, അത് 1/3 ഉണ്ടാവുള്ളൂ. ഫ്രിക്ഷൻ ഡ്രാഗിന്റെ കോൺട്രിബ്യൂഷൻ ആണ് മാക്സിമം, വിച്ച് ഇസ് 2/3. അതും ഇമ്പോർട്ടന്റ് ആണ് ഈ സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോ ലെസ് ദാൻ 1, റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 1 എന്നുള്ള കേസിലാണ് ഡിഫൈൻ ചെയ്തതെങ്കിലും ലെസ് ദാൻ 0.2 വരുന്ന കേസിൽ അതിന് ആക്യുറസി ഉള്ളൂ. ആക്യുറസി ലെസ് ദാൻ 0.2 മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ലെസ് ദാൻ 1 എന്നുള്ള കേസിൽ വാലിഡ് ആണെന്നുള്ള രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ന്യൂമറിക്കൽ പോർഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ തിയറിയും ഞാൻ എക്സ്ട്രാ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓൾറെഡി ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന സബ്ജക്റ്റ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.